വിശ്വസിക്കുന്നു, പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആലോചിച്ച് നോക്ക്. പക്ഷെ നീ എത്ര ചെലവാക്കി? നീ എന്ത് നന്മ പ്രവർത്തിച്ചു? ഈ നമ്മളെക്കുറിച്ച് അനലൈസ് ചെയ്യണം. ഓരോരുത്തരും ഇരുന്നൊന്ന് അനലൈസ് ചെയ്യുക. അല്ലാതെ എനിക്ക് 50 വയസ്സുണ്ട്, എനിക്ക് 60 വയസ്സുണ്ട്, ഞാൻ ആനയാണ്, ഞാൻ ചേനയാണെന്ന് വിചാരിക്കേണ്ട. കുറച്ചു നേരത്തേക്ക് ഒരു കുഞ്ഞിനെ പോലെ ഇരിക്കുക, നന്മയുള്ള കുഞ്ഞിനെ പോലെ ഇരിക്കുക, ഹൃദയ വിശുദ്ധിയുള്ള കുട്ടിയെ പോലെ ഇരിക്കുക. എന്നിട്ടൊരു ആത്മപരിശോധന നടത്തുക. കഴിഞ്ഞ 10 വർഷത്തിനകത്ത് എന്ത് നന്മ ചെയ്തു, എത്ര അഹങ്കരിച്ചു, അതും കയ്യിൽ വെച്ചു. ഈച്ച പതിഞ്ഞ മക്കളുണ്ട് സമൂഹത്തിൽ. കാണണം, കാണും, നന്നായി കാണും. അപ്പൊ നിനക്ക് മനസ്സിലാകും. ഹോൾഡ് മീ, നീ എന്നെ കൂടെ പിടിക്കൂ. ഈ ഒറ്റ കുട്ടിയുടെ കണ്ണുകൾ ഇത്രയും നേരമായിട്ട് ഒരു തുള്ളി വെള്ളം വന്നില്ല. കാരണം പടച്ചോൻ ചിലരെ വെറുക്കുന്നു. ശബ്ദം ഓക്കെ, എല്ലാം തോലുമായ കുട്ടി. ഈ കുട്ടിയുടെ കണ്ണുകളൊന്ന് നോക്കിയേ. ഈ കുട്ടിയുടെ കണ്ണ് കണ്ടോ? ആ കുട്ടി ഹോർലിക്സ് കുടിച്ചിട്ടില്ല. നിന്റെ വാപ്പ നിനക്ക് 4 ഹോർലിക്സ്, നിന്റെ ഉമ്മ നിനക്ക് 8 ഹോർലിക്സ്. ഇതുപോലെ ഉമ്മയുടെ കഞ്ചി കിടക്കുന്ന ഒരു കുഞ്ഞാണ്. നിന്നെ ഇങ്ങനെ തൊട്ടിൽ കിടത്തിയാണോ നിന്റെ അമ്മ വളർത്തിയത്? പക്ഷെ നീ നിന്റെ അമ്മയെ എത്രയോ വർഷം കൊണ്ട് പറ്റിച്ചുകൊണ്ടിരിക്കുന്നു, കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാണും, ആ കുട്ടിയുടെ കണ്ണുകൾ കണ്ടോ? കരുണയുടെ കണ്ണുകൾ. എന്നെ സഹായിക്കുമോ എന്നാണ് ആ കണ്ണ്. എനിക്കൊരു നേരത്തെ ആഹാരം തരുമോ അതാണ് കണ്ണ്. ഇങ്ങനെ മറ്റുള്ളവരുടെ കണ്ണ് കണ്ട് പഠിക്കാൻ മനസ്സിലാക്കണം, പഠിക്കാൻ പരിശ്രമിക്കണം. അപ്പോ മാത്രമേ സ്വന്തം കെട്ടിയവന്റെ നോക്കുമ്പോ ആ കെട്ടിയവന്റെ മനസ്സും ഹൃദയവും കാണാൻ പറ്റൂ. കെട്ടിയവരുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ അവരുടെ മനസ്സും ഹൃദയവും കാണാൻ പറ്റൂ. നയൻതാരമാരുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് നടക്കുന്ന നിന്റെ മക്കൾക്ക്, കാവ്യ അഗർവാൾമാരുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് നടക്കുന്ന നിന്റെ മക്കൾക്ക്, വിജയ് സൂര്യമാരുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് നടക്കുന്ന നിന്റെ മക്കൾക്ക് കരുണയുടെ കണ്ണുകളും സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും കണ്ണുകൾ അറിയില്ല മക്കളെ. കണ്ടോ, ഓരോ അമ്മമാരും നെഞ്ചിലേറ്റിയാണ് നിങ്ങളെ ഓരോരുത്തരും വളർത്തിയത്. ഇപ്പൊ നിന്നിൽ ദൈവം പ്രവർത്തിക്കുന്നു. നിന്നെ കണ്ട കറുത്ത കുട്ടി എന്ന് പറയും, പക്ഷെ ഞാൻ പറയും നീ വെളുത്ത കുട്ടിയാണ്, നിന്റെ ഹൃദയം വെളുത്തതാണ്. അങ്ങനെയുള്ളവരെ ദൈവത്തിനറിയാം. നന്മയുള്ളതാര്, തിന്മയുള്ളതാര്, കൂട്ടുകാരന്മാര്. കണ്ടോ, തുടുക്കാൻ തുണിയില്ല, കഴിക്കാൻ ആഹാരമില്ല. ഈച്ച പൊതിഞ്ഞ മക്കളുണ്ട് സമൂഹത്തിൽ. കണ്ണു തുറന്ന് കണ്ടോ, ഒരു കുഞ്ഞ് ചാവാൻ വേണ്ടി കാത്തിരിക്കുന്നു, ഒരു കഴുകൻ അതിനെ തിന്നാൻ. അതിനെ ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫർക്ക് ഇന്റർനാഷണൽ അവാർഡ് കിട്ടി. പക്ഷെ അവന്റെ നല്ല സുഹൃത്തുക്കൾ അവനോട് പറഞ്ഞു, നീ അവാർഡ് വാങ്ങിച്ച നേരം കൊണ്ട് ഒരു ഗ്ലാസ് പാല് കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ ആ കുഞ്ഞ് മരിക്കില്ലായിരുന്നു. സ്വന്തം ജീവിതം പണയം വെച്ച് നൌഷാദ് എന്നൊരു ഓട്ടോക്കാരൻ ഇടയ്ക്കെടുത്ത് ചാടി ഒരാളിനെ രക്ഷിച്ച കഥ നമ്മൾ മറക്കരുത്. അങ്ങനെ ജീവൻ പോലും സമർപ്പിച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടിയും സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്നവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ബാങ്കിൽ ലക്ഷങ്ങളും കോടികളും കിടന്നാൽ ഈ 60 രൂപയുടെ മുണ്ടും കൊണ്ടുപോലും നാളെ നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകില്ല. പ്രവാചകനായ നബി തിരുമേനി പഠിപ്പിച്ചത് എനിക്കറിയാം. നീ ഇവിടെ നിന്ന് പോകുമ്പോൾ നിന്റെ ആത്മാവിനോടൊപ്പം വരുന്ന 3 കാര്യങ്ങൾ. നീ ഇവിടെ ഉണ്ടാക്കിയ ഈ വാച്ച് ഇവിടെ കിടക്കും, നിന്റെ പേന ഇവിടെ കിടക്കും, നിന്റെ മൊബൈലും സ്വർണവും ഇവിടെ കിടക്കും. പക്ഷെ നിന്റെ ആത്മാവിനോടൊപ്പം വരുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? 1, നീ ഇന്നലെ വരെ നേടിയ ജ്ഞാനം, ഡിവൈൻ നോളജ്. ജ്ഞാനമുള്ള വ്യക്തിക്ക് മാത്രമേ പടച്ച ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ. അപ്പൊ എത്ര ജ്ഞാനമാ കരസ്ഥമാക്കിയത്? അതിന് വേദഗ്രന്ഥങ്ങൾ വായിക്കണം, മൂല്യമുള്ള ബുക്കുകൾ വായിക്കണം, അറിവും തിരിച്ചറിവും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. അതാണ് വേണ്ടത്. 2, നീ ഇന്നലെ വരെ ചെയ്ത ദാനം. എത്ര ദാനം ചെയ്തു മോനെ നീ? സക്കാത്ത് എന്ന് പറയുന്ന ദാനം. എത്ര ദാനമാ നീ ചെയ്തത്? നീ ഒരുള്ള ചോറ് പോലും നിന്റെ വാപ്പയ്ക്ക് കൊടുത്തിട്ടില്ലല്ലോ. നീയാണ് ദാനം ചെയ്തത്. നിന്റെ പാത്രത്തിൽ നിന്ന് ഒരുള്ള ചോറ് നിന്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും കൊടുക്കുക എന്ന് പറയുന്നത് പോലും ഒരുതരം ഗിഫ്റ്റ് ആണ്. അതുപോലും മക്കളെ പഠിപ്പിച്ചിട്ടില്ല, മക്കൾ അതുപോലും കൊടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. നിനക്കാണ് പടച്ചോ നല്ല മക്കളെ അയച്ചു തരുന്നത്, അല്ലേ? സ്വപ്നങ്ങൾ മാത്രം. നമുക്കെല്ലാം നല്ലത് വേണം, പക്ഷെ നമ്മളിൽ പലരും നല്ലത് ചെയ്യാൻ തയ്യാറല്ല. നമ്മൾ സ്വാർത്ഥരല്ലേ? 3, നിന്റെ ആത്മാവ് നേടിയ പ്രാർത്ഥന. ഈ 3 എണ്ണമാണ് നിന്റെ ആത്മാവിനോടൊപ്പം വരുന്നത്. ഈ 3ാമത്തേനെ കുറിച്ച് ഞാനൊന്ന് ചോദിക്കാൻ തന്നെ ഇരിക്കുന്നു. നിന്റെ ആത്മാവ് നേടിയെടുത്ത പ്രാർത്ഥന. എന്റെ ചോദ്യം, നിന്റെ ആത്മാവിന് വേണ്ടി നീ പ്രാർത്ഥിച്ചാലായിരിക്കുമോ, നിന്റെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചാലായിരിക്കുമോ, അതോ അന്യവർ പ്രാർത്ഥിച്ചാലായിരിക്കുമോ പടച്ചോൻ ദൈവം ഏറ്റവും കൂടുതൽ എടുക്കുക? അന്യവർ. എക്സലന്റ്. ഐ എം പ്രൗഡ് ഓഫ് യു. നിന്നെ ഓർത്തിട്ട്. കാരണം
കപട വിശ്വാസികൾക്കും നിഷേധികൾക്കും വേണ്ടി നീ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 2, ഞാൻ എന്റെ ഉമ്മയും വാപ്പയും പറ്റിക്കുന്നവനാണ്, എന്നിട്ട് ഞാൻ 5 നേരം നിസ്കരിക്കുന്നവനാണെങ്കിൽ പടച്ചോനാര് മണ്ടന? ഈ എല്ലാം പടച്ചോൻ ഉരുട്ടിത്തരായിരിക്കെ. ഞാൻ എന്റെ വാപ്പയെ പറ്റിക്കുന്നു, ഉമ്മയെ പറ്റിക്കുന്നു, സാറുമാരെ പറ്റിക്കുന്നു, അശ്ലീലം കാണുന്നു, അനുസരണയില്ലാതെ നടക്കുന്നു. നിങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാൻ കയറുമ്പോൾ ആൺകുട്ടികളോടുള്ള ചോദ്യം, നിങ്ങളുടെ മൊബൈൽ ഫോൺ എന്ത് ചെയ്യും? കേൾക്കാൻ വയ്യ, ഉറക്കെ പറ. മൊബൈൽ ഫോൺ എന്ത് ചെയ്യും? ഇവിടെ മൊബൈലും ഇല്ല, ആരുമില്ല. നിങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാൻ കയറുമ്പോൾ അല്ലെങ്കിൽ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ചോദിച്ചത്. സൈലന്റ് ആക്കും അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കും, റൈറ്റ്? നീ എന്ത് ചെയ്യും? സൈലന്റ് ആക്കും. എന്റെ ഒരു ചെറിയ സംശയം മാത്രം നിങ്ങളോട് ചോദിക്കുന്നു. നീ പോയി നിന്റെ കൂട്ടുകാരോട് ഡിസ്കസ് ചെയ്യാം. സപ്പോസ് നിന്റെ മൊബൈൽ ഫോണിൽ ബ്ലൂ ഫിലിമോ അശ്ലീലമോ ഉള്ള വൃത്തികെട്ട സാധനം ആ മൊബൈൽ ഫോണിനകത്തുണ്ടെങ്കിൽ അത് സ്വിച്ച് ഓഫ് ചെയ്താലും സൈലന്റ് ആക്കിയാലും നിന്റെ പോക്കറ്റ് ഇട്ടുകൊണ്ട് പരിശുദ്ധവും പരിപാവനവുമായ പള്ളിക്കകത്ത് കയറി നിസ്കരിച്ചാൽ നിന്റെ പടച്ചവൻ സ്പർശിക്കുമോ ഇല്ലയോ എന്ന് ആലോചിച്ച് നോക്കും. ബുദ്ധി ഉപയോഗിക്കും. യെസ് ഓർ നോ? അനക്കോ ഇല്ല. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? അപ്പൊ ആലോചിക്കും. പടച്ചോൻ നമ്മളെ സ്പർശിക്കാത്തതിന്റെ 3 പോയിന്റ്. ഓരോന്നായി പഠിച്ചു വരണം. കഠിന ത്യാഗപരിശ്രമങ്ങളിലൂടെ മാത്രമേ എത്തിച്ചേരൂ. അല്ലാതെ മൊബൈൽ മൊത്തം വേണ്ടാത്ത അശ്ലീലവും സ്വിച്ച് ഓഫും സൈലന്റുമാക്കി നേരെ ഓടി ചെല്ലുക, നിസ്കരിക്കുന്നു, നോമ്പനിട്ടിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പോക്കറ്റിൽ കിടക്കുന്ന മൊത്തം വൃത്തികെട്ട സാധനം. ആലോചിക്കും. ശരിയെങ്കിൽ എടുക്കും, തെറ്റെങ്കിൽ കളഞ്ഞേരും. എന്റെ ജോലി ഉദ്ബോധനം മാത്രം. കാര്യങ്ങൾ നിന്റെ മുമ്പിൽ വിശദീകരിക്കുക. നിനക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ അനുഭവിച്ച് പഠിക്കാം. കളയാൻ പറ്റില്ല, പണി വരും. ഇത് കാണും. ഈച്ച പൊതിഞ്ഞ മക്കൾ. നിന്റെ അമ്മയും അച്ഛനും നിന്നെ ഒരു ഈച്ച നിന്റെ പുറത്തിരിക്കാൻ അനുവദിച്ചിട്ടില്ല. ഇതൊന്ന് കണ്ടു നോക്കിയേ. കണ്ണിന് കാഴ്ചയുള്ള മക്കൾ. ഒരൊറ്റ ആൺകുട്ടിയുടെ കണ്ണുകളിൽ ഒരു തുള്ളി വെള്ളം വന്നില്ല, ഒരൊറ്റ പുരുഷന്മാരുടെ കണ്ണുകളിൽ. പക്ഷെ കുറെ പെൺകുട്ടികളിൽ വന്നു. പുതിയ തലമുറയിൽ കുറെ നന്മയുള്ള പെൺകുട്ടികളുണ്ട്, കുറെ നന്മയുള്ള ആൺകുട്ടികളുമുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കുട്ടികൾക്ക് പരാജയം ഉണ്ടാകരുതെന്നുള്ളതാണ് എന്റെ ശ്രദ്ധ. അതിനുവേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മളെ നല്ല തരികിട ഫ്രോഡുകളുമുണ്ട്, ഇന്റർനാഷണൽ തരികിടകളുമുണ്ട്. അതാണ് ഖുർആൻ 98-ാം സൂറത്തിൽ പറഞ്ഞ വക്രത പാർട്ടികൾ. വീണ്ടും 107-ാം സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമസ്കാരക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ശിക്ഷ വരാൻ പോകുന്നതെന്ന്. അതിനെ ബേസ് ചെയ്താ ഞാൻ പറഞ്ഞത്. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയുള്ള നമസ്കാരം, പോക്കറ്റിനകത്ത് അശ്ലീലം. പോക്കറ്റ് എടുത്ത് മാറ്റ്, ഉള്ളിനകത്ത് കള്ളം, ചതി, സൂത്രത്തരം. നമസ്കാരം നാട്ടുകാരെ കാണിക്കാൻ കൃത്യം ഓട്ടമാണ്. ഓടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ആദ്യം നീ അകം വൃത്തിയാക്ക, അപ്പൊ മനസ്സിലാകും അത്ഭുതം നടക്കുന്നത്. കാണും. കണ്ണിന് കാഴ്ചയുള്ള സഹോദരങ്ങളെ കാണും. ലോകത്ത് ഈച്ച പൊതിഞ്ഞ മക്കളുണ്ട്. അപ്പൊ നിന്റെ മക്കൾക്ക് നീ എല്ലാം കൊടുത്തു വളർത്തുമ്പോ ഈ ഗൾഫുകാർ ഈ പ്രോഗ്രാം നടത്തുന്നത് ജ്ഞാനത്തിന്റെ വർധനവിന് വേണ്ടിയാണ്. കാണും. കണ്ണ് തുറന്നു വെച്ച് കാണും. എവരിഡേ ഞങ്ങൾ എല്ലാ ദിവസവും ആഹാരത്തിന് വേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കുന്നു. നിന്റെ മാതാപിതാക്കൾ നിന്നെ ഇതുപോലെ ക്യൂ നിർത്തുന്നു നോക്ക്. ഇതാണ് ആ ഫോട്ടോ. കണ്ടോ? ആ കഴുകലിനെ തിന്നാനിരിക്കുന്നു. തുണി ഉടുക്കാൻ നിവർത്തിയില്ലാത്ത കുട്ടികൾ. നിനക്ക് ജീൻസ് ഉണ്ട്, ലെഗിൻസ് ഉണ്ട്, ഈ ലഹരി സാധനങ്ങളെല്ലാം നിനക്കുണ്ട്. ഈ കുട്ടികൾക്കൊന്നുമില്ല. എന്റെ ആഗ്രഹം ഇവിടെ പങ്കെടുക്കുന്ന ഒരു കുട്ടിയെങ്കിലും മഹാത്മാഗാന്ധിയെ പോലെ, മദർ തെരേസയെ പോലെ ലോക പ്രശസ്തനായ ഒരു വ്യക്തിയായിട്ട് വേണം. കാണും. ഈച്ച പൊതിഞ്ഞ മക്കൾ. കണ്ടോ? നിന്റെ അമ്മ, നിന്റെ ഉമ്മ, നിന്റെ വാപ്പ നിന്റെ പുറത്തൊരു ഈച്ച വന്നിരിക്കാൻ അനുവദിച്ചിട്ടില്ല. പക്ഷെ നിനക്ക് നിന്റെ വാപ്പയോടും ഉമ്മയോടും നന്ദിയില്ല. ഈ ആടയാഭരണങ്ങൾ മുഴുവൻ വാങ്ങിച്ചു തന്നു, ഒരു ഈച്ച പോലും ഇരിക്കാതിരിക്കാൻ. പക്ഷെ സമൂഹത്തിൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? അതുകൊണ്ടാണ് ഖുർആൻ പഠിപ്പിച്ചത്, നിന്റെ ഭാര്യയും ധനവും മക്കളും എല്ലാം ഒരു പരീക്ഷണമാണ്, നീ അത് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ച്. അപ്പൊ ഈ ഗൾഫ് പാർട്ടികൾ അല്ലെങ്കിൽ ഗൾഫിലെ ഒരുപാട് സഹോദരങ്ങൾ ബ്ലഡ് ഡൊണേഷനും കിഡ്നി ഡൊണേഷനും ഒരുപാട് മെഡിസിന് വേണ്ടിയൊക്കെ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ അടുത്തിടയ്ക്ക് അവർ ചെന്ന് പറഞ്ഞു, ജ്ഞാനദാനം മഹദ്ദാനം, അറിവ് കൊടുക്കുക. ഞങ്ങൾ പുതിയ പദ്ധതി തുടങ്ങുന്നു, കുട്ടികളിലേക്ക് ഇതുപോലെയുള്ള ക്ലാസുകൾ പ്രചരിപ്പിക്കുമെന്ന് എന്നോട് സൗദിയിലോ കുവൈറ്റിലോ വെച്ച് അവർ പറഞ്ഞത് ഞാൻ ഇപ്പൊ ഓർക്കുന്നുണ്ട്. ആലോചിക്കണം. ജ്ഞാനമാണ് നമ്മൾ കൊടുക്കേണ്ടത്. കണ്ടോ? ഇല്ലായ്മയുള്ള കുട്ടികൾ. കണ്ടോ?
ജീവശവങ്ങളായ മക്കളെയും ചുമന്നുകൊണ്ട് എത്ര അമ്മമാരാണ് നടക്കുന്നതെന്ന് അറിയാമോ? അപ്പൊ നീ ഒരു ഡോക്ടറായാലുള്ള ഗുണം എന്താ? ഇത്രയും കുട്ടികൾക്ക് WHO ഡോക്ടറായി നിനക്ക് എത്രയോ കുട്ടികൾക്ക് സൗജന്യമായി നിനക്ക് ചികിത്സിക്കുമ്പോ അവരുടെ കണ്ണുകളിൽ നീ ദൈവത്തിന്റെ പ്രതിനിധിയായി മാറും. ശരിയല്ലേ? ആ കഴിവ് നീ ഇതുവരെക്കെങ്കിലും പുറത്തെടുത്തിട്ടുണ്ടോ? ഇല്ല. ആലോചിച്ച് നോക്ക്. ചുമ്മാ അങ്ങോട്ട് കുറെ പെമ്പിള്ളേരുടെ പുറകെ നടന്ന്, കുറെ ആമ്പിള്ളേരുടെ പുറകെ നടന്ന്, കുറെ മൊബൈലും ഫേസ്ബുക്കും ഇതിന്റെയൊക്കെ പുറകെ നടക്കാൻ വേണ്ടി അല്ല ദൈവം ഇങ്ങോട്ട് സൃഷ്ടിച്ചു വിട്ടത്. ഇന്നലെ വരെ ഇരുട്ട് മാത്രം നിറച്ചിരുന്നതാണ് നിങ്ങളുടെ ഉള്ളിൽ. അതിന്റെ അകത്ത് പ്രകാശം നിറപ്പിക്കാനാണ് ഈ സംഘാടകർ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അകത്ത് പ്രകാശം നിറയ്ക്കാത്തിടത്തോളം കാലം ഖുർആൻ പഠിപ്പിക്കുന്നു, നിനക്കൊരു പ്രകാശവും വേദഗ്രന്ഥവും ഇറക്കി തന്നിട്ടുണ്ടെന്ന്. നിങ്ങളിൽ എത്ര പേർക്കാണ് പ്രകാശം കിട്ടിയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. എനിക്ക് കിട്ടിയതിന്റെ ഫലമാണ് ഈ ക്ലാസ് എടുക്കാൻ എനിക്ക് കഴിവ് വന്നത്. ആ പ്രകാശം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. പക്ഷെ എന്റെ ചോദ്യം, നീ നിന്റെ അമ്മയെ കണ്ടിട്ടുണ്ടോ മോനെ? നിന്റെ ഈ കണ്ണുകൾ കൊണ്ടല്ല, നിന്റെ അകക്കണ്ണുകൊണ്ട് നീ നിന്റെ അമ്മയുടെ ഹൃദയം കണ്ടിട്ടുണ്ടോ? നിന്റെ അമ്മയുടെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? നിന്റെ അമ്മയുടെ മനസ്സ് നീ കണ്ടിട്ടുണ്ടോ? 10 മാസം നിന്നെ ഗർഭപാത്രത്തിൽ ചുമന്നുകൊണ്ട് നടന്നപ്പോൾ നിന്നെ തറയെ വെച്ചിട്ടില്ല. നീ പറയുന്നു, ഇന്ന് കുറെ പെൺപിള്ളേര് പറയുന്നു, തട്ടത്തിൽ മറയത്തിൽ സിനിമ കഴിഞ്ഞപ്പോ അവൻ എത്ര കെയറായിട്ടാണ് എന്നെ നോക്കുന്നതെന്ന് അറിയാമോ? അവൻ എന്നെ റോഡ് കടക്കാൻ സഹായിക്കുന്നു, അവൻ എന്നെ ബസ്സിൽ കയറ്റി വിടുന്നു. പക്ഷെ ഞാൻ നിന്നോട് ചോദിക്കട്ടെ മോളെ, 10 മാസക്കാലം നിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നീ കിടന്നപ്പോ ആ ഉമ്മ ഇരുന്നിട്ടില്ല, ഉമ്മ കിടന്നിട്ടില്ല, ഉമ്മ കക്കൂസിൽ പോയിട്ടില്ല. എത്രയോ കാലം ഉമ്മ ബോട്ടിലിൽ വെള്ളവും കൊണ്ട് സ്കാനിംഗ് സെന്ററിന്റെ മുമ്പേ വെള്ളവും കുടിച്ച് എന്റെ മോനെ സ്കാൻ ചെയ്യാൻ വേണ്ടി അവിടെ കാവലും കുത്തിയിരിക്കുകയും ചെയ്യുമായിരുന്നു. എങ്ങും തട്ടാതെ 10 മാസക്കാലം നിന്റെ അമ്മ നിന്നെ കൊണ്ടു നടന്നപ്പോ ഇത്രയും കെയറോടെ ഇന്നലെ കണ്ട ഒരുത്തൻ നിന്നെ നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനും ഒരു പുരുഷനാണ്. ഒരു ഉമ്മയുടെ സ്നേഹം എന്താണെന്ന് അറിയണമെങ്കിൽ ആ ഉമ്മയുടെ അകത്തേക്ക് കയറി നോക്കണം. അതുകൊണ്ടാണ് പ്രവാചകൻ, ഞാൻ ഉമ്മമാർക്ക് വേണ്ടി പറയുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ നല്ല സ്ത്രീകൾക്ക് വേണ്ടി പറയുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ 3:1 റേഷ്യോയിൽ പറഞ്ഞത്, അമ്മയാണ് പ്രധാനം. നിന്റെ ഉമ്മയുടെ പാദങ്ങളുടെ അടിയിലാണ് സ്വർഗം, നിന്റെ ഉമ്മയുടെ കാലുകളുടെ അടിയിലാണ് നിന്റെ സ്വർഗം എന്ന്. ആ ഉമ്മയെ നീ പറ്റിക്കുന്നുണ്ടെങ്കിൽ, ആ ഉമ്മയോട് നീ തെറി പറയുന്നുണ്ടെങ്കിൽ, ആ ഉമ്മയോട് നീ നിഷേധാത്മകതയിൽ പറയുന്നുണ്ടെങ്കിൽ, അവരെ മോശപ്പെട്ട ഭാഷയിൽ നീ സംസാരിക്കുന്നുണ്ടെങ്കിൽ, നീ നിസ്കരിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ വിശേഷം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നീ നിസ്കരിച്ചോളൂ, പക്ഷെ റിസൾട്ടുകൾ വലിയ ഗുണം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഉമ്മയെ തറയെ വെക്കാതെ നോക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ഉള്ള ഗുണം, നിന്നെക്കാൾ നല്ല മക്കളെ ദൈവം നിനക്ക് തരും. ഡബിൾ ഗുണങ്ങളാണ് അതിനകത്ത്. നീ നിന്റെ ഉമ്മയെ കണ്ടിട്ടുണ്ടോ? അമ്മയെ കണ്ടിട്ടുണ്ടോ മോളെ? നീ കാണുന്ന അമ്മ ഗുസ്തിക്കാരിയായിരുന്നു. പക്ഷെ ഈ അമ്മ അല്ലായിരുന്നു പണ്ട്. നിന്റെ 1 വയസ്സിലും 2 വയസ്സിലും 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും നിന്റെ അമ്മ നിന്നെ നെഞ്ചിലിട്ട് വളർത്തി, തറയിൽ വെക്കാതെ വളർത്തി. നിന്റെ അച്ഛൻ കൂലിപ്പണി ചെയ്ത് കൊണ്ടുവന്ന പൈസ കൊണ്ട് നിന്നെ വളർത്തി. അവരൊന്നും തറയെ വെക്കാതെ വളർത്തി. ഇനി അച്ഛൻ ഇല്ലെങ്കിൽ തന്നെ വളർത്തച്ഛനായിട്ടൊരാളുണ്ടാവും, അമ്മ ഇല്ലെങ്കിൽ തന്നെ വളർത്തമ്മയായിട്ടുണ്ടാവും. അതാണ് കൃഷ്ണൻ കാണിച്ചു തന്ന യശോദ എന്ന് പറയുന്ന 2ാമത്തെ അമ്മ. ആലോചിച്ചു നോക്കും. അപ്പൊ വളർത്തച്ഛൻ, വളർത്തമ്മ അല്ലെങ്കിൽ അധ്യാപകർ, നമ്മുടെ അമ്മയുടെ അച്ഛന്റെയും സ്ഥാനത്തുള്ളവർ, അവരോടൊക്കെ എത്ര നന്മയാ പ്രവർത്തിച്ച്. നീ ഇതൊന്ന് കണ്ടു നോക്കിയേ. ഇതൊരു ജപ്പാന്റെ ക്ലിപ്പിംഗ്. ബൈബിൾ പറയുന്നു, യോഗ്യതയുള്ളവനെ തേടി ജ്ഞാനം അവന്റെ പടിവാതിൽക്കൽ എത്തുമെന്ന്. ഇന്ന് സംഘാടകർ എന്നോട് രാവിലെ വന്ന് പറഞ്ഞു, സാറേ പിള്ളേര് കുറവാണ്, കുറച്ചേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. കാരണം ദൈവാനുഗ്രഹമുള്ള വ്യക്തികൾക്ക് മാത്രമേ ഈ ഷെഡിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റൂ, അല്ലാത്തവർക്കാർക്കും ഇവിടെ പ്രവേശിക്കാൻ പറ്റത്തില്ല. അവർക്കേ പറ്റൂ. അപ്പൊ നിങ്ങൾ ഏറെ ദൈവം ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. പക്ഷെ നിങ്ങളിൽ പലരെയും ദൈവം സ്പർശിച്ചിട്ടില്ല. ഈ ഇരിക്കുന്ന കറുത്ത പെൺകുട്ടികളെ എത്രയോ നേരം കൊണ്ട് ദൈവം സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന വെളുത്ത പെൺകുട്ടികളുടെ 7 അയൽവക്കത്ത് ദൈവം വന്നിട്ടില്ല. കാരണം പുറം വെളുപ്പും അകം കറുപ്പും. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, വിശുദ്ധ ബൈബിൾ മത്തായി 23 പടച്ചോന്റെ വചനങ്ങൾ യേശുദേവൻ പറഞ്ഞത്. മത്തായി 23, നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടത്തിന് സദൃശ്യം. മറ്റുള്ളവർക്ക് നല്ലവരെന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ മേക്കപ്പ് ഇട്ട് വേഷം കെട്ടി പളറപ്പുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് അകം കൊണ്ട് നമ്മൾ കള്ളവും ചതിയും ചെയ്യുന്നവർ നിങ്ങൾക്ക് ദുരിതം എന്നാണ് യേശുദേവൻ പഠിപ്പിച്ചത്. അദ്ദേഹത്തെ വിശ്വസിച്ചേ പറ്റൂ. ഞാൻ വിശ്വസിക്കുന്നു. ശരിയല്ലേ? അതാ. അപ്പൊ അകമാണ് വൃത്തിയാകേണ്ടത്. അല്ലാതെ ശവം കുഴിച്ചിട്ടിരിക്കുന്ന കുഴിയിൽ മാർബിളും ഗ്രാനൈറ്റും വെച്ച് വലിയ ഗ്രേവുകൾ ഉണ്ടാക്കി വെക്കും. അതിനെക്കുറിച്ചാണ് യേശുദേവൻ പറഞ്ഞത്. വെള്ളയടിച്ച കുഴിമാടം, നല്ല ടൈൽസ്, നല്ല മാർബിൾ, അതിനകത്ത് കിടക്കുന്നതോ ഉണങ്ങിച്ചീഞ്ഞ ശവം, അസ്ഥി കഷ്ണങ്ങൾ.
ഇതുപോലെയാണ് നമ്മൾ കുപ്പായം നല്ലത് ഇട്ടിട്ട് അകം കൊണ്ട് കള്ളം, ചതി, വഞ്ചന, തരികിട, സൂത്രതരം പരിപാടികൾ. ആലോചിച്ചു, നിങ്ങൾക്ക് ദുരിതം എന്ന് ബൈബിൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഇരിക്കുന്ന ചെറുപ്പക്കാരികളായ പെൺകുട്ടികളിലെ ഒറ്റ എണ്ണത്തിന്റെ കണ്ണുകളിൽ ഒരു തുള്ളി വെള്ളം പോലും വന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന കുട്ടികളുടെ കണ്ണുകളിലെല്ലാം വരുന്നുണ്ട്. ഇവിടെ സാക്ഷിയായിട്ട് ആൾക്കാർ ഇരിപ്പുണ്ട്. ഇതൊരു ജപ്പാന്റെ ക്ലിപ്പിംഗ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി കുറച്ചു സമയം കൊണ്ട് തീരും. കാരണം തേർഡ് പാർട്ടിലേക്ക് കയറാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം സെക്കൻഡ് പാർട്ടിൽ നിങ്ങളിൽ പലരെയും ദൈവം സ്പർശിക്കുന്നില്ല. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, സെക്കൻഡ് പാർട്ടിൽ നല്ല റിസൾട്ട് ഉണ്ടെങ്കിലേ തേർഡിലേക്ക് കയറുള്ളൂ. നിങ്ങളിൽ കുറെ പേരെ ദൈവം വെറുക്കുന്നു എന്നുള്ളത് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നു. കാരണം ഹാർട്ട് ആൻഡ് ക്രൂവൽ മൈൻഡ്, നന്മയില്ല, കരുണയില്ല. എല്ലാ ദിവസവും സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും കോളേജിലേക്കും പോകുമ്പോ സ്വന്തം ഉമ്മയും വാപ്പയും വീട്ടിലുണ്ടെങ്കിൽ, ഡെയിലി അമ്മയും അച്ഛനും വീട്ടിലുണ്ടെങ്കിൽ അവരെ നമസ്കരിക്കുന്നതിനോടൊപ്പം കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൂടെ കൊടുത്തിട്ട് കോളേജിലും സ്കൂളിലും പോകുന്ന മക്കളുണ്ടെങ്കിൽ സത്യമായെന്ന് കൈപൊക്കി സന്തോഷം. പക്ഷെ എന്നിട്ടും അവരോട് പറയുന്നത് കള്ളത്തരങ്ങളാണ്. ഉമ്മ കൊടുത്ത് സോപ്പിടുന്നു, പക്ഷെ നാക്കുകൊണ്ട് പറയുന്നത് കള്ളത്തരങ്ങളാണ്. എന്നിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുവോ? ഇല്ല. ആ ബോധം നിനക്കുണ്ടാവണം. തല പോയാലും എന്റെ വാപ്പയോടും ഉമ്മയോടും ഞാൻ കള്ളം പറയില്ല എന്ന തിരിച്ചറിവാണ് ഒരു വ്യക്തിയെ ഉയർത്തുന്നത്. ഇല്ലെങ്കിൽ എന്ത് നേടിയാലും ഗുണമില്ല. നീ ഇതൊന്ന് നോക്കിയേ. ഖുറാനിൽ പറയുന്നു, ജനങ്ങളിൽ അധികം പേർക്കും നന്ദിയില്ല എന്ന്. ജപ്പാൻ മൂല്യങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യമാണ്. ജപ്പാനിൽ നന്ദിക്ക് വേണ്ടി ജപ്പാന്റെ പട്ടാളം ഇറക്കിയ ഒരു ക്ലിപ്പ് നമ്മൾ കാണാൻ പോവുക. ജപ്പാൻ മിലിറ്ററി ഇറക്കിയ ട്രൂ സ്റ്റോറി. ഈ ക്ലിപ്പിലെ നായികയുടെ ഫാനാണ് ഞാനും ഒരു ഫാനാണ്. ഈ ക്ലിപ്പിലെ നായിക ആരാണ്? ഈ ക്ലിപ്പിലെ നായിക എന്നറിയാമോ? തെരുവിൽ നിന്ന് എടുത്തോണ്ട് വന്ന് വളർത്തിയ ഒരു പട്ടിക്കുട്ടിയാണ്. കൊടുത്ത പട്ടിക്ക് കൊടുക്കണമെന്ന് കേട്ടിട്ടുണ്ടോ? നന്ദിയുള്ളതാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് കാണുമ്പോൾ നമ്മൾ മനസ്സിൽ ചോദിക്കേണ്ട ഒറ്റ ചോദ്യം ഇത്രയേ ഉള്ളൂ: എനിക്ക് ഇത്രയും നന്ദി എന്റെ ഉമ്മയോടുണ്ടോ, അമ്മയോടുണ്ടോ? എനിക്ക് ഇത്രയും നന്ദി എന്റെ വാപ്പയോടുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു പരസ്യം ഞാൻ കണ്ടു. മമ്മൂട്ടിയുടെ മോൻ ദുൽഖർ സൽമാൻ തന്റെ അടുത്ത് വന്നിരിക്കുന്ന പട്ടിക്ക് ഒരു ബിസ്ക്കറ്റ് അല്ല പപ്സോ എന്തോന്ന് ദുൽഖർ കഴിച്ചിട്ടും പട്ടി അടുത്ത് വന്ന് നിന്നപ്പം ബാക്കി ദുൽഖറിന് കൊടുത്തു. ദുൽഖർ അവന് കൊടുത്തു, പട്ടിക്ക് കൊടുത്തു. എന്നിട്ട് ദുൽഖർ എണീച്ച് നടന്നപ്പം ആ പട്ടി ദുൽഖറിന്റെ പുറകെ നടന്നു പോകുന്നു. നന്ദി. ഈ നന്ദി ശിവപുരാണത്തിൽ ശിവൻ പാർവതിയോട് പറയുന്നു, പാർവതി, നന്ദിയില്ലാത്തവന് ഒരു കാലത്തും സ്വർഗം ലഭിക്കില്ല എന്ന്. ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തന്നാലും നമ്മൾ താങ്ക്സ് പറയാൻ ആദ്യം പഠിക്കണം, മക്കളെ പഠിപ്പിക്കണം. നന്ദി അത് ഉയർന്നൊരു ക്വാളിറ്റിയാണ്. ആ നന്ദി ഉണ്ടാവണം. നമുക്കിവിടെ നോക്കാം. ഇത് നോക്കുമ്പോൾ ഒറ്റ കാര്യം, ഭഗവത്ഗീത സിദ്ധാന്തം അനുസരിച്ച് ഞാൻ വിശ്വസിക്കുന്നു, ഇതിലെ പട്ടിയുടെ ആത്മാവ് പട്ടി മരിക്കുമ്പം സ്വർഗത്തിലേക്ക് പോകും. നമ്മളിൽ പലരുടെയും ആത്മാവ് എങ്ങോട്ട് പോകും? നമുക്ക് നോക്കാം. കാരണം ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പറിച്ചു നടേണ്ടതാണ് കുടുംബങ്ങളെ. ആ കുടുംബങ്ങൾക്കുള്ളിൽ കള്ളം, തരികിട, സൂത്രപ്പൻ, നന്മയില്ല. നമുക്കൊന്ന് കണ്ടു നോക്കാം. എ ഡോഗ്സ് ലവ്, ഒരു പട്ടിയുടെ സ്നേഹം. നമുക്കൊന്ന് കാണണം. ജപ്പാന്റെ ക്ലിപ്പിംഗ്. ആശയവും അർത്ഥവും മനസ്സിലാക്കി കാണണം. എന്നിട്ട് ദൈവം നിങ്ങളെ സ്പർശിക്കാൻ പ്രാർത്ഥിക്കണം. ഈ പട്ടിക്കുട്ടിയാണ്. 2 മിനിറ്റേ ഉള്ളൂ, പെട്ടെന്ന് തീരും. കട്ട് ചെയ്താണ് പോകുന്നത്. ആ തള്ളപ്പട്ടി പ്രസവിച്ചു 3 കുഞ്ഞുങ്ങളായി. 2 കുട്ടികൾ ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുന്നു, 3ാമത്തെ കുട്ടി വേറൊരു പാത്രത്തിൽ നിന്ന് കഴിക്കുന്നു. ഭൂമി ഉലുക്കം വരുന്നു. തള്ളപ്പട്ടി ആ തെരുവിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന തള്ളപ്പട്ടിക്ക് മനസ്സിലായി ഭൂമി, നമുക്കറിഞ്ഞില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പട്ടിക്കറിയാം. പട്ടി ഉടനെ പറഞ്ഞു, കൂട്ടിക്കയറിപ്പോ. കൂട്ടിക്കയറിപ്പോവാനല്ലേ പറഞ്ഞത്? അനുസരണയുള്ള 2 കുട്ടികൾ കൂട്ടിലേക്ക് കയറിപ്പോയി. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, അനുസരണാശീലത്തിൽ മുൻപന്തിയിലായിരിക്കണം എന്ന്. നമുക്ക് അനുസരണ വേണം. 3ാമത്തെ കുട്ടിക്ക് അനുസരണയില്ല. ആ കള്ളപ്പട്ടി കടിച്ചെടുത്ത് കൂട്ടിനകത്തേക്ക് കൊണ്ടുപോയി. ശരിയല്ലേ? അപ്പൊ 22 വയസ്സ് പ്രായം വരെ നിങ്ങളുടെ മക്കളുടെ പുറകെ അമ്മമാരും വാപ്പമാരും നടക്കണം. ഇല്ലെങ്കിൽ കേരളത്തിൽ പല സ്ഥലങ്ങളിലും സാത്താന്റെ സന്തതികൾ നിങ്ങളുടെ മക്കളെ പൊക്കിക്കൊണ്ടു പോകുന്ന അവസ്ഥയാണ്.
ദാ ഭൂമി കുലുക്കം വരുന്നു. ആ നന്ദിയുള്ള പട്ടി അതിന്റെ യജമാനത്തെ വിളിച്ചറിയിക്കുന്നു, ടേക്ക് കെയർ, ടേക്ക് കെയർ, ഭൂമി കുലുക്കം വരുന്നു, ടേക്ക് കെയർ. ദാ ഭൂമി കുലുക്കം വന്നു, എല്ലാം ഇടിഞ്ഞ് താഴെ വീഴും. വെറുതെ മനക്കട്ട പോലെ ഇരുന്ന് കാണരുത്, എല്ലാ വികാരത്തോടും കൂടി കാണണം. എന്നിട്ട് മനസ്സിൽ ആഗ്രഹിക്കണം, പടച്ചോനെ എന്നെ സ്പർശിക്കണേ, എന്റെ ആത്മാവിനെ സംസ്കരിച്ചെടുക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ദാ ഇനിയാണ് ആ പട്ടി അതിന്റെ ബെൽറ്റ് വലിച്ചു പൊട്ടിക്കും. അത് വലിച്ചു പൊട്ടിച്ചിട്ട് അത് തന്നെ തെരുവിൽ നിന്ന് എടുത്തോണ്ട് വന്ന് വളർത്തിയ ആ പെൺകുട്ടിയുടെ അടുത്തേക്കും ആ മേജറിന്റെ അടുത്തും ഓടിയെത്തും. എന്നിട്ട് ഇടിച്ചു വീണ വീട്ടിൽ നിന്ന് ഇവരെ കടിച്ചു വലിച്ച് വെളിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കും. പക്ഷേ ഭാരം കൂടുതലായുണ്ടായാലും കഴിയില്ല. അപ്പോഴും അതൊന്ന് ശ്രമിക്കും. അണ്ണാറക്കണ്ണനും തന്നാലായത്. നിന്റെ വാപ്പയ്ക്കൊരു തലക്കറക്കം വന്ന് വീണാൽ നീ ഇതുപോലെ ഓടുവോന്നൊന്ന് നോക്കണം. നിന്റെ വീടിനൊരു പ്രോബ്ലം ഉണ്ടായാൽ നീ ഫ്രണ്ട്സിന്റെ കൂടെ പോകുമോ അതോ ഇതുപോലെ പ്രവർത്തിക്കുമോ എന്ന് നോക്കണം. കണ്ണ് തുറന്ന് കാണണം. ഇപ്പൊ പട്ടാളം വരും, ഇവരെ രക്ഷിക്കാനായി പട്ടാളം വരും. അതിനു മുമ്പ് ഈ തള്ളപ്പട്ടിയും കുട്ടികളും കൂടെ വീടിന്റെ വെളിയിൽ പോയി അവിടെ കുഴി കുഴിക്കും. ആ തള്ളപ്പട്ടി കടിച്ചു വലിക്കുന്നുണ്ടോ അവരെ വെളിയിൽ കൊണ്ടുപോകാൻ? മിലിറ്ററി വരുന്നു. തള്ളപ്പട്ടിയും കുട്ടികളും കൂടെ വെളിയിൽ പോയി കുഴി കുഴിക്കുന്നു. എന്തിനാ കുഴിക്കുന്നത്? അകത്ത് വായു കിട്ടാൻ, തന്റെ യജമാനത്തേക്ക് വായു കിട്ടാൻ. നിന്റെ ഉമ്മയ്ക്ക് തലയിറക്കമെന്ന് വീണാൽ നീ ഒന്ന് വീശി കൊടുക്കുവോ മോളെ? പിന്നെ അതിന് വേറെ ആളിനെ കിട്ടണം. പട്ടി പറന്നു വരുന്നു ആ പട്ടാളക്കാരന്റെ അടുത്തേക്ക്. കണ്ടോ, ഓടിവാ ഓടിവാ, എന്റെ യജമാനത്തേക്ക് ആക്സിഡന്റ് പറ്റി, പ്ലീസ് കം ഫാസ്റ്റ്. പട്ടി പറയുന്ന ആളാണ്. മറ്റുള്ളവന്റെ മനസ്സ് മനസ്സിലാക്കാൻ ആദ്യം പഠിക്കണം. കണ്ടോ, ആ പട്ടാളക്കാരന് മനസ്സിലായി ആ വീട്ടിനകത്ത് ആൾക്കാർ കുടുങ്ങി കിടക്കുന്നു. പട്ടി തിരിച്ചോടി. ആ പട്ടാളക്കാരന്മാരും പുറകെ ഓടി. അവർക്ക് മനസ്സിലായി ആ ഇടിഞ്ഞു വീണ വീട്ടിന്റെ ഉള്ളിൽ ആരോ കുടുങ്ങി കിടക്കുന്നു. അതാണ് നന്ദിയുള്ള തള്ളപ്പട്ടി. നിന്റെ പുറത്തൊരു ഈച്ച വന്നിരിക്കാൻ നിന്റെ ഉമ്മ അനുവദിച്ചിട്ടില്ല. പക്ഷെ നിന്റെ ഉമ്മയ്ക്കൊരു നെഞ്ചുവേദന വന്ന് കിടന്നാൽ നീ വീശി കൊടുക്കാറില്ല. കണ്ടോ, ഹെലികോപ്റ്റർ വന്നു. ആ ഹെലികോപ്റ്ററിലൂടെ ആ കുട്ടിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോ ആ കുട്ടി പട്ടാളക്കാരനോട് പറഞ്ഞു, എന്റെ നന്ദിയുള്ള പട്ടികളെ കൂടെ കൊണ്ടുപോകാമെന്ന്. ഇനി നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. ഈ പട്ടിയുടെ അടുത്ത് നിൽക്കാനുള്ള ക്വാളിറ്റി നമുക്കുണ്ടോ എന്ന് നമ്മൾ സ്വന്തമായി മനസ്സിൽ ചോദിക്കണം. ആ പട്ടി വന്ന് നോക്കുന്നു. ഇനിയാണ് കാണേണ്ടത്. മനസ്സിൽ കരുണയുള്ളവർ, ഹൃദയത്തിൽ നന്മയുള്ളവർ, ദൈവം സ്പർശിക്കാൻ ഭാഗ്യം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയാണ് കാണേണ്ടത്. ഈ കുട്ടിയും കൊണ്ട് ഹെലികോപ്റ്റർ പൊങ്ങും. ആ തള്ളപ്പട്ടിയും കുട്ടികളും കൂടെ തന്റെ യജമാനത്തി ഒന്നുമില്ലാതെ തെരുവിക്കിടന്ന് എന്നെ എടുത്തോണ്ട് വന്ന് വളർത്തിയ ആ യജമാനത്തിയും കൊണ്ട് ഹെലികോപ്റ്റർ പൊങ്ങാൻ പോവുകയാണ്. വെറുതെ മരക്കട്ട പോലെ ഇരുന്ന് കാണരുത്. മരക്കട്ടക്കാരെയും മെന്റൽ പേഷ്യൻസിനെയും സംശയരോഗികളെയും പടച്ചോൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് 22-ാം സൂറത്ത്. പൊങ്ങുന്നു. കണ്ണ് തുറന്ന് കാണും. ഹെലികോപ്റ്ററിലൂടെ ആ കുട്ടിയെയും കൊണ്ട് പോകുകയാണ്. കുട്ടിയെയും കൊണ്ട് ഹെലികോപ്റ്റർ പോകുന്നു. ഇനിയാണ് കാണേണ്ടത്. ആ തള്ളപ്പട്ടി സ്വന്തം കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് നന്ദിയുള്ള തള്ളപ്പട്ടി ആയതുകൊണ്ട് തന്നെ തെരുവിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് വളർത്തിയ പോകുന്നു. ആ ഹെലികോപ്റ്ററിന്റെ പുറകെ ഓടുമ്പോ നിന്റെ ഉമ്മയുടെ ആംബുലൻസിന്റെ പുറകെ നീ ഓടുവോ മോളെ? നിന്റെ അമ്മയെ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പം ആ ആംബുലൻസിന്റെ പുറകെ നീ ഓടുവോ? നിന്റെ വാപ്പയെ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പം നീ ആ വാപ്പയുടെ ആംബുലൻസിന്റെ പുറകെ ഇതുപോലെ ഓടില്ല. കാരണം നമ്മളൊക്കെ വേറെ ഫ്രണ്ടുകളെ വിളിക്കാൻ നോക്കും. കണ്ടോ, പട്ടാളക്കാർക്ക് പോലും കുറ്റബോധം തോന്നിപ്പോയി. ഹെലികോപ്റ്ററിനകത്തൂടെയാണ് ഷൂട്ടിംഗ്. ആ പട്ടാളക്കാരന്റെ ദേഷ്യം കണ്ടോ? ഇത്രയും നന്ദിയുള്ള പട്ടിയാണല്ലോ ഞാൻ കളഞ്ഞത്. എല്ലാവർക്കും സങ്കടമായി. ക്യാമറ ഹെലികോപ്റ്ററിനകത്താണ്. പട്ടി കിലോമീറ്റർ ദൂരെയാണ്. ആ ഹെലികോപ്റ്ററിന് പുറകെ ആ പട്ടി ഓടുമ്പോ നീ നിന്റെ അമ്മയുടെ രോഗത്തിന് വേണ്ടി ആശുപത്രിയിലോട്ടോ ഡോക്ടറെ അടുത്തോ ഓടിയിട്ടുണ്ടോ മോനെ? ഇല്ല. കാരണം നിന്നിൽ നന്മയില്ല. നന്മയില്ലാത്ത നിന്നിൽ നിന്ന് എങ്ങനെയാണ് നല്ല മക്കൾ ജനിക്കുക? നിന്റെ വാപ്പയുടെ നെഞ്ചുവേദന, നിന്റെ വാപ്പയുടെ അസുഖം, നിന്റെ വാപ്പ പണി ചെയ്ത് തിരിച്ചു വരുമ്പോ ആ വാപ്പയ്ക്ക് ആരോഗ്യമുണ്ടോ എന്ന് ചോദിക്കാനോ അറിയാനോ പോലും നീ തയ്യാറാവുന്നില്ല. ഇതാണ് നന്ദിയുള്ള പട്ടി. ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള പട്ടികൾ മരിച്ചാൽ അതിന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകും. നമ്മളെ പോലെയുള്ള തനി ഫ്രോഡുകൾ മരിച്ചാൽ സ്വർഗവും കിട്ടൂല, നരകവും കിട്ടൂല. ബൈബിൾ മത്തായി 12. കണ്ടോ, അത് പറന്നു വരുന്നു. വെറുതെ സ്വർഗത്തിൽ കയറാന്ന് വിചാരിക്കല്ലേ എന്ന് സൂറത്ത് 2 പറഞ്ഞിട്ടുണ്ട്. മറക്കണ്ട. അത് ഓടി വന്ന് നിൽക്കും. കഴിഞ്ഞു. ഇനി എനിക്ക് കഴിയില്ല ഓടാൻ.
ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തു. കർമ്മയോഗ സിദ്ധാന്ത പ്രകാരം ആ പട്ടിയുടെ ആത്മാവ് സ്വർഗത്തിലേക്കും. അതാണ് വിശുദ്ധ ഖുർആൻ 2-ാം സൂറത്ത് പറഞ്ഞിരിക്കുന്നത്. കഠിനമായ ത്യാഗപരിശ്രമങ്ങളിലൂടെയാണ് സ്വർഗത്തിലേക്ക് എത്തില്ല. ഓടിക്കേറി ഇനി വരാൻ പറ്റുമെന്ന് വിചാരിച്ചു കളയണ്ട. ഇനി എന്റെ ചോദ്യം, നീ നിന്റെ അമ്മയെ കണ്ടിട്ടുണ്ടോ മോളെ? നീ നിന്റെ അമ്മയുടെ ഹൃദയം കണ്ടിട്ടുണ്ടോ മോളെ? പറ. നാളെ രാവിലെ നീ ഇന്നു മുതൽ നിന്റെ അമ്മയെ സ്നേഹിച്ചു തുടങ്ങും, എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഇന്ന് നീ വീട്ടിൽ ചെന്ന് നാളെ രാവിലെ കണ്ണു തുറന്ന് നോക്കുമ്പോ നിന്റെ അമ്മ മരിച്ചു കിടക്കുന്നത് ചിലപ്പോൾ നിനക്ക് കാണേണ്ടി വരും. മയ്യത്തായി കിടക്കുന്നു. കാരണം നീ സ്നേഹിക്കാൻ തുടങ്ങുമ്പോ പടച്ചവനെന്ന് വിളിക്കും. എന്താ വിളിക്കാന്നറിയാമോ? നിന്നെ സ്നേഹിക്കാത്ത മക്കളുള്ള വീട്ടിൽ നീ നിൽക്കണ്ട, നീ ഇനി പോരെ എന്ന് പടച്ചവൻ നിന്റെ ഉമ്മയെ വിളിച്ചു എന്ന് നീ ഒന്ന് വിചാരിക്കും. ഇവിടെ ഇരിക്കുന്ന ഓരോ ഉമ്മമാരും ബാപ്പമാരും ഒരു സെക്കൻഡ് നേരം അവർക്ക് ജന്മം തന്ന ഉമ്മമാരെ കുറിച്ചൊന്ന് ആലോചിക്കുക. പാലക്കാട് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗണ്ട് സീന സ്കൂളിൽ പാരന്റ്സിനും കുട്ടികൾക്കും ക്ലാസ് എടുത്തപ്പോ അവിടുത്തെ പ്രിൻസിപ്പൽ എന്നെ വിളിച്ചു പറഞ്ഞു, സർ 22 വർഷം കൊണ്ട് ഉമ്മയായി പിണങ്ങിയിരുന്ന ഒരു വാപ്പ ആ ക്ലാസ് ഷോ കഴിഞ്ഞതിന് ശേഷം ആദ്യം പോയത് സ്വന്തം ഉമ്മയുടെ അടുത്ത് മാപ്പ് പറയാനാണ്. കാരണം വേദഗ്രന്ഥം പറയുന്നു, നിന്റെ അമ്മയുടെ ശാപം കുടുംബത്തിന്റെ അടിത്തറ ഇളക്കും എന്ന്. മറക്കണ്ട. ഉമ്മയെ സ്നേഹിക്കാത്ത അമ്മയെ സ്നേഹിക്കാത്ത ഒരു മകന്, ഞാൻ പറഞ്ഞത് നല്ല അമ്മയെ, അല്ലാതെ പ്രസവിച്ച് ക്ലോസറ്റിൽ കളഞ്ഞിട്ടും അമ്മത്തൊട്ടിൽ കളഞ്ഞിട്ട് പോകുന്നതിനല്ല, പറയുന്നതിന്റെ ആശയം എടുക്കണം. അപ്പൊ കാണണം, ഈ ഇരിക്കുന്ന ഓരോ പ്രായമുള്ളവരും ആലോചിക്കുക. നിങ്ങൾ ചിലപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകും, എന്റെ ഉമ്മ മരിച്ചുപോയ ഉമ്മ ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്ന് എന്റെ ഉമ്മയുടെ മടിയിൽ തലവെച്ച് ഒന്ന് കിടക്കാമായിരുന്നു എന്ന്. തോന്നിയിട്ടില്ല? തോന്നിയിരുന്നു. ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ സ്നേഹിച്ചിട്ടില്ല. വാപ്പമാര്, ഇരിക്കുന്ന എല്ലാ വാപ്പമാരും, ഇവിടെ എത്ര പ്രായമുള്ള വാപ്പമാരുണ്ടെങ്കിലും ശരി, എത്ര പ്രായമുള്ള ഉമ്മമാരുണ്ടെങ്കിലും ശരി, ഒരു സെക്കൻഡ് നേരം, ഒരു സെക്കൻഡ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഉമ്മയുടെ മുഖം ഒന്ന് ആലോചിക്കുക. ഇരിക്കുന്ന എല്ലാവരും അവരവരുടെ സ്വന്തം ഉമ്മയുടെ ഇല്ലെങ്കിൽ വളർത്തമ്മയുടെ ആ മുഖം ഒന്ന് ആലോചിക്കുക. ഒരു സെക്കൻഡ് നേരം നിന്റെ അമ്മയുടെ മുഖം നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഒന്ന് ആലോചിക്കുക. ഞാനിവിടെ കാണിച്ചു തരാം നിന്റെ ഉമ്മയെ. നീ ഇപ്പൊ വെറുക്കുന്ന, നീ സ്നേഹിച്ചിട്ടില്ലാത്ത, എന്നാൽ നിന്നെ മാത്രം സ്നേഹിച്ച് 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 ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടും രോഗിയുമായി ഇരിക്കൊണ്ടിരിക്കുന്ന നിന്റെ ഉമ്മയെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു പയ്യൻ ബാറിൽ ചാരായം കുടിച്ച് അടിച്ചു പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്യുക. ആ സമയം അവന്റെ മൊബൈലിൽ ഒരു കോൾ വന്നു, അവന്റെ അമ്മയെ ഹാർട്ട് അറ്റാക്ക് വന്ന് ICUയിൽ അഡ്മിറ്റ് ചെയ്തു എന്ന്. ആ പയ്യൻ കാറും എടുത്തുകൊണ്ട് അവന്റെ അമ്മയെ കാണാൻ വേണ്ടി ഓടുന്ന സമയത്ത് അവന്റെ മനസ്സിലൂടെ പോകുന്ന ചിന്തയാണ്, എന്റെ അമ്മ എങ്ങനെയാണ് എന്നെ LKG UKG വളർത്തിയത്? നിന്റെ LKG UKGയിൽ നിന്റെ ഉമ്മ നിന്നെ കെട്ടിപ്പിടിച്ചാണ് വളർത്തിയത്, നിന്നെ നെഞ്ചിലിട്ടാണ് വളർത്തിയത്. ആ ഉമ്മയോട് ഈ കുപ്പായം ആര് വാങ്ങിച്ചു തന്നു? വാപ്പ. എന്നിട്ട് ആ വാപ്പയുടെ നെഞ്ചു നോക്കിയാണ് ചവിട്ടിയത്, കള്ളത്തരങ്ങൾ പറഞ്ഞു. ഈ വാച്ച്, ഈ ആടയാഭരണം, ഈ ചെരുപ്പ് എല്ലാം, ഈ ശരീരം ഇവിടം വരെ വളർത്തിയതാരാ? ഉമ്മ. എന്നിട്ട് എന്ത് നന്ദിയാണ് നമ്മൾ ഉമ്മയോട് പാപ്പയോട് കാണിച്ചത്? കള്ളത്തരം, ചതി, പറ്റിക്കൽ. എന്നിട്ട് പ്രാർത്ഥന. നമുക്കൊന്ന് കണ്ടു നോക്കാം. നിന്റെ അമ്മയെ ഞാൻ കാണിച്ചു തരാം. ആരും തലകുനിച്ചിരിക്കണ്ട, ഇവിടെ കാണും. സ്വന്തം അമ്മയുടെ മുഖമൊന്ന് ആലോചിക്കുക. നിങ്ങൾ സ്നേഹിക്കില്ലാത്ത, എപ്പോഴാ 5 വർഷത്തിനകത്ത്, പണ്ട് സ്നേഹിച്ചിരുന്നു, പണ്ട് നിങ്ങൾ നല്ല മക്കളായിരുന്നു. പക്ഷെ കഴിഞ്ഞ 5 വർഷത്തിനകത്ത് നീ നിന്റെ അമ്മയെ സ്നേഹിച്ചിട്ടില്ല. പണത്തിന് വേണ്ടി മാത്രമേ സ്നേഹിച്ചുള്ളൂ, സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി മാത്രമേ സ്നേഹിച്ചുള്ളൂ. നിന്റെ അമ്മയെ നീ ആത്മാർത്ഥമായി സ്നേഹിച്ചില്ല. അങ്ങനെയുള്ള നിങ്ങൾക്ക് നല്ല മക്കൾ കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം കഴിഞ്ഞ 5 വർഷം വളരെ പ്രധാനമാണ്. നിന്റെ അമ്മയെ ഞാൻ കാണിച്ചു തരാം. അമ്മയെ സ്നേഹിക്കുന്ന മക്കൾ വാച്ച് ദിസ് ക്ലിപ്പ്. സ്വന്തം അമ്മയെ ഓർക്കുക, എന്നിട്ട് ദൈവത്തിനെ ഓർക്കുക, എന്നിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ഇങ്ങനെ വളഞ്ഞൊടിഞ്ഞിരിക്കാനല്ല, എന്റെ റൂഹിൽ നിന്റെ റൂഹൊന്ന് സ്പർശിക്കണേ എന്ന് പ്രാർത്ഥിക്കും. ദൈവം നിന്റെ ആത്മാവിൽ സ്പർശിക്കാതെ നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വരില്ലടാ. കാരണം ഹാർട്ട് അറ്റാക്ക് ആൻഡ് ക്രൂവൽ മൈൻഡഡ് പേഴ്സൺസ് ആയി. ഞാൻ ഈ പറഞ്ഞതെല്ലാം തെളിവായി വന്നുകൊണ്ടേയിരിക്കും. ദാ കണ്ടോ, ഇന്ന് മാറ്റം വന്നില്ലെങ്കിൽ പണി വരും മക്കളെ. അമ്മയെ സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അമ്മയെ സ്നേഹിക്കാത്ത മക്കൾക്ക് സ്നേഹിക്കാൻ വേണ്ടി. എന്തിനേറെ
ഒരു എലി, ഒരു അമ്മ എലി പോലും തന്റെ ജീവൻ പണയം വെച്ച് ഒരു പാമ്പിനോട് ഏറ്റുമുട്ടുന്നത് എനിക്ക് അടുത്ത ഇടയ്ക്ക് കിട്ടിയ ഒരു ക്ലിപ്പുണ്ട്. ഒരു അമ്മ എലി തന്റെ കുഞ്ഞിനെ ഒരു പാമ്പ് എടുത്തോണ്ട് പോകുമ്പോൾ കണ്ണിന് കാഴ്ചയുണ്ടെങ്കിൽ ഇതാ കാണും. നിങ്ങളുടെ അമ്മമാരപ്പ എത്ര കാര്യമായിട്ടായിരിക്കും നിങ്ങളെ വളർത്തിയിട്ടുള്ളത്. ഇതാ കണ്ടോ, ഇത് റോഡാണ്, റോഡ്. ആ പാമ്പിന്റെ വായിൽ ആ തള്ള എലിയുടെ കുഞ്ഞിരിക്കുന്നു. തള്ള എലി പാമ്പിന്റെ വാലിൽ കടിച്ച് 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 ഓടിപ്പിക്കുന്നു. കണ്ടോ, അത് ഓടി. എന്നിട്ടും ആ തള്ള വിട്ടില്ല. അപ്പൊ എന്റെ മകള് എന്റെ മകള് എന്റെ മകള് എന്ന് പറഞ്ഞ് നിങ്ങളുടെ പുറകെ എത്ര വർഷമാണ് അമ്മ ജീവിച്ചത്? നീ കഴിഞ്ഞ 5 വർഷത്തിനകത്ത് നിന്റെ അമ്മയെ നീ ഇന്ന് സ്നേഹിച്ചിട്ടുണ്ടോ? ഇല്ല. കള്ളികളും കള്ളന്മാരുമാണ് നമ്മുടെ മക്കളിൽ മെജോറിറ്റി. ഇതാ കണ്ടോ, ആ തള്ള എലി പാമ്പിനെ ഓടിച്ചിട്ട് ഇതാ തിരിച്ചു വന്ന് തന്റെ കുഞ്ഞിനെ കടിച്ചെടുത്ത് കൂട്ടിലേക്ക് കൊണ്ടുപോകും. കണ്ടോ, കാർ പോയതാണ്. ഇതാ ആ തള്ള എലി കടിച്ചെടുത്തോണ്ട് പോകും. ഇങ്ങനെ ഓരോ അമ്മമാരുടെയും പ്രതീക്ഷയാണ് മക്കൾമാര്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ കുറിച്ചൊരു ചിന്തയില്ല. നീ നിന്റെ അമ്മയെ സ്നേഹിച്ചിട്ടില്ലടാ, അതാണ് സത്യം. നീ നിന്റെ അമ്മയെ സ്നേഹിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന മക്കളെ നിങ്ങൾക്ക് ലഭിക്കില്ല. ലഭിക്കണമെങ്കിൽ ഇന്നു മുതൽ ഇത് തിരിച്ചു പിടിക്കണം. അമ്മയെ സ്നേഹിക്കാത്ത മക്കൾക്ക് അമ്മയെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ കാണും. പലതിനെയും ദൈവം സ്പർശിച്ചിട്ടേയില്ല. സൗണ്ട് പ്ലീസ്. ബാറിൽ ചാരായം കുടിച്ച് അടിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നു. മൊബൈലിൽ കോൾ വന്നു, ഫോൺ താഴെ വീണ് പൊട്ടിത്തെറിക്കുന്നു. അവൻ കാറുമെടുത്തുകൊണ്ട് അവന്റെ ഉമ്മയുടെ അടുത്തേക്ക് പായുമ്പോൾ അവന്റെ മനസ്സിലൂടെ പോവുകയാണ്. കാണാം അമ്മയെ സ്നേഹിക്കാത്ത മക്കൾ. എങ്ങനെയാണ് എന്റെ അമ്മ എന്നെ വളർത്തിയതാ? ഇതാണ് നിന്റെ അമ്മ. നിന്റെ അമ്മയുടെ മുഖം നോക്ക്, ഉമ്മയുടെ മുഖം. ഇതുപോലെ LKG UKG 1ാം ക്ലാസ്സിൽ നിന്നെ ബാഗും കെട്ടിത്തൂക്കി ഇടന്നപ്പോ നിന്നെ ഇതുപോലെ കെട്ടിപ്പിടിച്ചാണ് നിന്റെ ഉമ്മ വളർത്തിയത്. ആ ഉമ്മയല്ലേടാ കഴിഞ്ഞ കുറെ നാൾ കൊണ്ട് നീ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, നീ 3ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ എന്റെ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നീ നിന്റെ ഉമ്മ എടുത്തു വന്നപ്പോ ആ ഉമ്മ വളരെ സന്തോഷത്തോടെ 2 കൈ നീട്ടി എന്റെ മകനെ എന്റെ മകളെ ചേർത്ത് പിടിച്ചതാ മാറോട് ചേർത്ത് കെട്ടി വളർത്തി. ഇത്രയും നാളാക്കിയില്ലേടാ. എന്നിട്ട് എന്ത് നന്മയാടാ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഉമ്മയോട് ചെയ്തത്? കൂടെ ഇരുന്ന് വേദം പഠിപ്പിച്ചു തന്നു. പക്ഷെ നമ്മളോ അമ്മയെ സ്നേഹിക്കാത്ത മക്കൾ. ഓരോ മക്കൾക്കും അസുഖം വന്ന് കിടക്കുമ്പോ ഓരോ ഉമ്മമാരും പ്രാർത്ഥിക്കുന്ന ഇതാണ്: എന്റെ മകന്റെ അസുഖം എനിക്ക് തരണേ പടച്ചവനെ, എന്റെ മകളുടെ അസുഖം എനിക്ക് തരണേ പടച്ചവനെ. ഇവിടെ തന്നെ നോക്ക്, ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചാണ് ഓരോ ഉമ്മമാരും മക്കളെ വളർത്തുന്നത്. പക്ഷെ ഇതൊക്കെ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെയായിട്ട് മാറുന്ന കാഴ്ചയാണ് കേരളത്തിൽ നടക്കുന്നത്. കണ്ടോ? പക്ഷെ പലയിടത്തും അമ്മമാർ ജീവിച്ചിട്ടില്ല. ഞാൻ ഉൾപ്പെടുന്ന പുരുഷന്മാർക്ക് തിരിച്ചറിവില്ല, വിവരമില്ലെങ്കിൽ കെട്ടിയ പെണ്ണിന് ഇതുപോലെ നിഷ്കരണം കളഞ്ഞിട്ടിറങ്ങി പോകാം. പക്ഷെ 10 മാസം നൊന്ത് പ്രസവിച്ച ഒരു ഉമ്മയ്ക്ക് ആ മക്കളെ കളഞ്ഞിട്ടിടാൻ പറ്റില്ല. ഇതുപോലെ നെഞ്ചിലിട്ടാണ് ഓരോ ഉമ്മമാരും നമ്മളാകുന്ന മക്കളെ വളർത്തി ഉയർത്തുന്നതെന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. കണ്ടോ, ലാസ്റ്റ് മൊമെന്റിൽ നീ നിന്റെ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തുമ്പോ നീ ഉപേക്ഷിച്ച ഉമ്മയെ, നിനക്ക് വേണ്ടാത്ത ഉമ്മയെ പടച്ചവനെന്ന് വിളിക്കും. അറിയണം, നന്നായി അറിയണം, തിരിച്ചറിയണം. സ്വന്തം അമ്മയെ അറിയാത്ത ഒരു കുട്ടിക്ക് ഒരിക്കലും ജീവിത വിജയം ഉണ്ടാകില്ല. കാണാം, കണ്ണു തുറന്ന് നിന്റെ ആത്മാവ് സ്വർഗത്ത് പോലും പ്രവേശിക്കില്ല. കാരണം അവിടെ നിന്ന് നിന്നെ പുറത്താക്കും. അമ്മയെ സ്നേഹിക്കാത്തവന്റെ ആത്മാവ് അലറി വിളിച്ച് കരയുന്നു. ഉമ്മ പോയി, കാരണം ഡോക്ടർമാർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഉമ്മയെ പടച്ചവൻ വിളിച്ചു, അങ്ങ് പോയി, പോയി കഴിഞ്ഞു. ഇനി നീ എത്ര പ്രാർത്ഥിച്ചാലും നീ ആലോചിക്കും. പക്ഷെ ഉമ്മയെ മരിച്ച് സ്നേഹിക്കുന്നവന് ദൈവം സ്വർഗത്തിലൊരു സീറ്റ് റെഡിയാക്കിയിരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കണ്ണുള്ളവർ കാണും, ചെവിയുള്ളവർ കേൾക്കും, കരുണയുള്ളവർ ആ കരുണ ഇന്നു തൊട്ട് പ്രവർത്തിക്കൂ. നന്മയും കരുണയുമാണ് ദൈവത്തിലെത്താനുള്ള ഏറ്റവും വലിയ മാർഗം. അഹങ്കാരം നിന്നെ ദൈവത്തിന്റെ 7 അയൽവക്കത്ത് എത്തിക്കില്ല. കണ്ടോ, നീ പോയി നിന്റെ ഉമ്മയുടെ പാദങ്ങളിൽ നമസ്കരിക്കണം. വിശുദ്ധ ഖുർആൻ 38-ാം സൂറത്ത് 72-ാം സൂക്തം. പടച്ചവന്റെ ആത്മാവിന്റെ അംശമാണ് നമ്മളിൽ ഇരിക്കുന്നത്. ലാസ്റ്റ് മൊമെന്റിൽ അറിയണം, ഉമ്മയെ സ്നേഹിക്കുന്ന മക്കൾ അറിയണം, നിന്നെ പോലെയുള്ള മക്കളല്ല. ഉമ്മയെ സ്നേഹിക്കുന്ന മക്കൾ, കള്ളം പറയാത്ത മക്കൾ. നിന്റെ കണ്ണുകളിൽ ഒരു തുള്ളി കണ്ണുനീര് പോലും വന്നില്ല. കാരണം
ന്യൂ ജനറേഷൻ പിശാചിന്റെ പിടുത്തം പിടിച്ച കുട്ടികളുടെ കൂട്ടത്തിലാണ് നിങ്ങളിൽ കുറെ പേർ. അപ്പോ അനുഭവത്തിലൂടെ പഠിക്കും. അതാണ് സത്യം. നിന്റെ ചുറ്റോട്ടത്തിരിക്കുന്ന നിന്റെ ചേച്ചി പോലെ പൊട്ടിക്കഴിയുമ്പോ ഈ കൊച്ചുകുട്ടിയെ നിന്റെ കണ്ണിൽ ഒരു തുള്ളി കണ്ണീര് പോലും വരുന്നില്ലെങ്കിൽ എന്റെ അർത്ഥം നിന്റെ ഹൃദയം കഠിന ഹൃദയമാണ്. ആ കഠിന ഹൃദയമാകുമ്പോ എന്റെ വിഷമം നിന്നെ കെട്ടുന്ന ഒരു പയ്യൻ ഒരിക്കലും മനസ്സുഖം കിട്ടില്ലല്ലോ എന്നോർത്തിട്ടാണ് എന്റെ ഏറ്റവും വലിയ വേദന. ആ കരുണയും നന്മയും നമ്മളിൽ ഉണ്ടാകണം. എനിക്ക് പറയാൻ ഒരു മടിയില്ല. കാരണം ഇവിടെ പടച്ചവന്റെ സാന്നിധ്യമുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഉറച്ചു തന്നെ അത് പറയും, യാതൊരു സംശയവും. ഇവിടെ വന്ന പെൺമക്കളുടെ ഉമ്മമാരുണ്ടെങ്കിൽ ഒന്ന് എണീച്ച്. ഇന്നലെ വരെ മക്കളായിട്ടുള്ള നമ്മളെല്ലാരും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഖുർആന്റെ ആശയം പഠിപ്പിക്കുന്നു, വേദഗ്രന്ഥങ്ങളുടെ ആശയം പഠിപ്പിക്കുന്നു. അമ്മ പൊറുക്കാതെ പടച്ചവൻ ദൈവം പൊറുക്കില്ല. യെസ്. ഇവിടെ ദൈവ സാന്നിധ്യമുണ്ട്, നിൽക്കുക. ഇവിടെ ദൈവ സാന്നിധ്യമുണ്ട്. ഈ ദൈവ സാന്നിധ്യത്തിൽ മക്കളാകുന്ന നിങ്ങൾ ഇന്നലെ വരെ അമ്മമാരോട് ചെയ്ത, ഉമ്മമാരോട് ചെയ്ത പാവങ്ങൾ പകുതി ഇപ്പൊ കുറയ്ക്കപ്പെടും. ഞാൻ സത്യമായി തന്നെ പറയുന്നു. ഞാൻ മനസ്സിലാക്കുന്നതും അറിഞ്ഞതുമായ കാര്യങ്ങൾ. ഈ അമ്മമാരുടെ പെൺമക്കളൊന്ന് എണീച്ച്. ഒരു സെക്കൻഡ് കൊണ്ട് ഓടിച്ചെന്ന് നിന്റെ അമ്മയുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കി അവരെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് വരാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് ചെയ്യും. നിന്റെ പകുതി പാവം ഇന്ന് ഇവിടെ കുറയും. പാവം തട്ടിൽ കുറയാതെ നിനക്ക് പുണ്യമില്ല. പറന്നു പോണം. കാണും. അമ്മമാര് കൊടുക്കരുത്. അമ്മമാര് ജഡം പോലെ നിൽക്കുക. വരുന്ന മക്കളുടെ കണ്ണുകളൊന്ന് നോക്കുക. ഇന്നലെ വരെ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലാത്ത മക്കളുടെ ആത്മാവ് കൊണ്ടുള്ള സ്നേഹം, ആത്മാവ് കൊണ്ടുള്ള സ്നേഹം. നിന്റെ മൂത്ത മകൾ ഏറെ നന്മയുള്ള കുട്ടി, ഇളയ മോള് പണി തരും. അറിയണം, കാണണം. അമ്മമാര് കൊടുക്കരുത്. ഇന്നലെ വരെ അമ്മമാര് കൊടുത്താണ് മക്കളെ വഷളാക്കിയത്. മക്കൾ തരും അവരുടെ ആത്മാവിൽ നിന്നുള്ള ഉമ്മ. ഓരോ സ്ഥലത്തും കാണണം. പോലീസുകാരുടെയും SPയുടെയും ക്ലാസുകളിൽ അറിയണം. നോ യു നോ ഔട്ട്. അവിടെ ഒന്നും കൊടുക്കണ്ട. ഔട്ട്. റംസാൻ നോമ്പ് 30 ദിവസം പഠിപ്പിച്ചത് ശരീരത്തിനകത്ത് കൊഴുപ്പ് വളരെയധികം ഇല്ലാതാക്കാനാണ്. ഇന്ന ദിവസം അല്പസമയ നേരത്തേക്കെങ്കിലും നോമ്പ് പിടിച്ച് ശരീരത്തിന്റെ കൊഴുപ്പ് കുറപ്പിക്കാം എന്നാണ് ദൈവസാന്നിധ്യത്തിൽ ഞാൻ നോക്കുന്നത്. ദൈവസാന്നിധ്യമുള്ള ഈ ക്ലാസ്സിൽ കഴിച്ചും കുടിക്കാനും ഇരിക്കാനുള്ളതല്ല. അതുകൊണ്ടാണ് ഞാൻ സംഘാടകരോട് പറഞ്ഞത്, ഈ ഇതിനകത്ത് ഒരു കഴിക്കലും കുടിക്കലും പാടില്ല. കാരണം ഏറ്റവും ശുദ്ധിയില്ലാത്തടത്തും പടച്ചവന്റെ സാന്നിധ്യം ഉണ്ടാകില്ല. ചവച്ചിരുന്നാൽ പടച്ചവൻ നിന്നെ സ്പർശിക്കില്ല. കഴിക്കണോ? പുറത്തിറങ്ങി പോവാം. അവിടെ ആവശ്യം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിച്ചും കുടിച്ചും ഇവിടെ കിടക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളിൽ കുറച്ചുപേരെ ഉയർത്താനും പറത്താനുമാണ്. സംഘാടകർ സ്നേഹമുള്ളതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം കഴിക്കാം. വേണമെന്നുള്ളവർക്ക് പുറത്തേക്ക് പോകും. ഇതിനകത്ത് അനുവദിക്കുന്നതല്ല. ദൈവം സാന്നിധ്യം ഉള്ളതുകൊണ്ട്. ഇസ്ലാം സൗകര്യങ്ങളെ കുറിച്ച് എനിക്കറിയാൻ നന്നായി. കാരണം അവർ മറ്റുള്ളവരെ തീറ്റിപ്പിക്കുന്നതിലും കുടിപ്പിക്കുന്നതിലും ഭയങ്കര സന്തോഷം കണ്ടെത്തുന്നവരാണ്. അതിപ്പോ വേണ്ട. എന്നെ വേണമെങ്കിൽ ഇനി വിളിക്കണ്ട. പക്ഷെ ഐ ആം സ്ട്രോങ്, ഡബിൾ സ്ട്രോങ്. നീ നിന്റെ വാപ്പയെ കണ്ടിട്ടുണ്ടടാ? ഇന്നലെ വരെ ആ വാപ്പയെ പറ്റിച്ച് ആ വാപ്പയുടെ പണം മാത്രം പിടുങ്ങിയെടുത്ത് ആ വാപ്പയ്ക്ക് ഒരു വിലയും കൊടുക്കാതെ ആ പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന കുറെ ആൺമക്കൾ നീ കണ്ടിട്ടുണ്ടോടി മോളെ? നിന്റെ വാപ്പയെ ഇതിനുവേണ്ടി പണം ചെലവാക്കുമ്പോ നിന്റെ വാപ്പ കഴിച്ചോ കുടിച്ചോ എന്ന് നീ ചോദിക്കാറില്ല. വാപ്പയ്ക്ക് ഉടുക്കാൻ തുണിയുണ്ടോ എന്ന് ചോദിക്കാറില്ല. വാപ്പയുടെ ആരോഗ്യം കൊള്ളാമോ എന്ന് ചോദിക്കാറില്ല. വാപ്പയ്ക്ക് അസുഖം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കാറില്ല. ആലോചിക്കും. ഈ ഇരിക്കുന്ന നിങ്ങൾമാര് നിങ്ങളുടെ വാപ്പമാരെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചിട്ടുണ്ടോ കഴിഞ്ഞ 5 വർഷം കൊണ്ട്? ഇല്ല. നീ നിന്റെ ഫ്രണ്ടുകളെയാണ് സ്നേഹിച്ചിരുന്നത്. നിന്റെ ബോയ് ഫ്രണ്ടന്മാരെ, ഗേൾ ഫ്രണ്ടന്മാരെയാണ് നീ സ്നേഹിച്ചിരുന്നത്. നീ നിന്റെ അച്ഛനെ സ്നേഹിച്ചിട്ടില്ല മോളെ. കഴിഞ്ഞ 5 വർഷത്തിനകത്ത് ഈ ഇരിക്കുന്നതിൽ മെജോറിറ്റി പോരും നിന്റെ അച്ഛനെ നീ ഓർത്തിട്ട് പോലും ഉണ്ടാകില്ല, സ്നേഹിച്ചിട്ടേ ഉണ്ടാകില്ല. പിന്നെയല്ലേ അവർക്ക് വേണ്ടി ജീവിക്കാൻ. ആലോചിച്ചു നോക്ക്, നന്നായിട്ട് ആലോചിച്ചു നോക്ക്. നീ സ്നേഹിക്കാത്ത നിന്റെ വാപ്പയെ ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, വാപ്പയുടെ അനുഗ്രഹമില്ലാത്തവൻ ഒരു കാലത്തും വിജയിക്കില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ ബൈബിൾ പറയുന്നു,
ജ്ഞാനിയായ മകൻ അച്ഛന്റെ അഭിമാനവും അമ്മയുടെ കഴുത്തിലെ പതക്കവുമാണ്. ഇന്ന് പല മക്കളും അമ്മമാരുടെയും അച്ഛന്മാരുടെയും കഴുത്തിലെ പാമ്പുകളായി മാറിയിരിക്കുന്നു. ഇരിക്കുന്ന എല്ലാവരോടും ഒരു സെക്കൻഡ് നേരം നിങ്ങളുടെ സ്വന്തം അച്ഛന്മാരുടെ മുഖമൊന്ന് ആലോചിക്കുക, വാപ്പമാരുടെ. ഇതൊരു ജപ്പാന്റെ ക്ലിപ്പിംഗ് ആണ്. ഇത് ഞാൻ കൊല്ലം ജില്ലാ ജയിലിൽ കാണിച്ചു. 427 തടവ് പുള്ളികൾ കിടക്കുന്ന ജില്ലാ ജയിലിൽ NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ഒരു ഉമ്മയും കള്ളനെ പ്രസവിക്കുന്നില്ല. പലപ്പോഴും മക്കൾ കള്ളരായി പോകുന്നതിന് കാരണങ്ങളിലെ ഒന്ന് കൂട്ടുകെട്ടുകളും പിന്നെ വേറെ ചില പ്രശ്നങ്ങളുമാണ്. ഇവിടെ ഒരു വാപ്പ എങ്ങനെയാണ്, ഒരു അച്ഛൻ എങ്ങനെയാണ് ജയിലിലായെന്ന് നമ്മൾ കാണാൻ പോകുന്നു. ജയിലിലായതിനെ കുറിച്ചല്ല, മറിച്ച് ആ അച്ഛൻ ആ കുടുംബത്തിന് വേണ്ടി പെടുന്ന പാടൊന്ന് കാണണം. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ വാപ്പയും ഉമ്മയും കാണിച്ചു തരാൻ പറ്റൂ. ചക്കയും മാങ്ങയാണെങ്കിൽ തുറന്നു നോക്കാം പഴുത്തോ ഇല്ലയോ. പക്ഷെ മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളിലാണ്. ഞാൻ പറഞ്ഞ ഈ രണ്ട് മൂത്തതും ഇളയതിലും തമ്മിൽ സിസ്റ്റർ സ്റ്റഡി ചെയ്യണം. സ്റ്റഡി ചെയ്യാതെ തന്നെ ബോധ്യപ്പെടും, ഉറപ്പായി ബോധ്യപ്പെടും. കുവൈറ്റിലാണെന്ന് തോന്നുന്നു ഒരു ഉമ്മ എന്നോട് പ്രോഗ്രാം കഴിഞ്ഞപ്പോ ചെറുപ്പക്കാരിയായ ഉമ്മ തന്നെ വന്ന് പറഞ്ഞു, സത്യമാണ് സാർ പറഞ്ഞത്, എനിക്ക് 3 മക്കളുണ്ട്. എന്റെ 3 മാനസികാവസ്ഥകൾ ഉണ്ടായിരുന്ന സമയങ്ങളിൽ ജനിച്ച 3 മക്കളാണ്. അവർ 3 പേരും 3 തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ദിസ് എ പ്രൂവൺ ഓൺ. എന്റെ പേപ്പറുണ്ട്, ഞാനത് കാണിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ഈ ചുമന്ന ഫയൽ ഞാൻ ചാനലുകളിൽ കൊണ്ടുവരാറുണ്ട്, പലപ്പോഴും കാണിക്കാറില്ല. ഇതിനകത്തിരിക്കുന്ന സാധനങ്ങൾ തെളിവുകളാണ്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് നമ്മുടെ അച്ഛന്മാരെ ഒന്ന് കണ്ടു നോക്കാം. നീ സ്നേഹിക്കാത്ത നിന്റെ അച്ഛൻ നമുക്കൊന്ന് കാണാം. ഇവിടെ കാണുമ്പോ ഈ ഇരിക്കുന്ന ഓരോരുത്തരും അവരുടെ സ്വന്തം അച്ഛന്റെ മുഖമൊന്ന് ഓർക്കുക. ഓർക്കാൻ പറ്റുമെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ. എന്നിട്ടൊരു ചോദ്യം ചോദിക്കുക, ഞാൻ എന്റെ അച്ഛന് വേണ്ടി ഇന്നലെ വരെ എന്തു ചെയ്തു? നീ എന്ത് നന്മയാ നിന്റെ വാപ്പയ്ക്ക് വേണ്ടി ചെയ്തേ? 10ാം ക്ലാസ്സിൽ 10 A+ വാങ്ങിച്ചു കൊടുത്തെങ്കിൽ സന്തോഷം, +2 6 A+ വാങ്ങിച്ചെങ്കിൽ സന്തോഷം. ഇല്ലെങ്കിൽ ഒരു ഡോക്ടറായി കാണിച്ചു കൊടുക്കും. സത്യം പറഞ്ഞാൽ ഓരോ ഉമ്മമാരറിയാത്തൊരു കാര്യം, ഓരോ മക്കൾമാരറിയാത്തൊരു കാര്യം, 20 വയസ്സ് 25 വയസ്സ് 30 വയസ്സിൽ ഗൾഫിൽ പണിയെന്ന് പറഞ്ഞു പോകുന്ന വാപ്പമാർ 20 വർഷം 30 വർഷം പണി കഴിഞ്ഞും കുടുംബത്തിനെ ഉയർന്ന നിലയിൽ വളർത്താൻ വേണ്ടി നോക്കിയിട്ട് 55ാമത്തെ വയസ്സിൽ തിരിച്ചു വരുമ്പോ ആ വരുന്ന വാപ്പമാരിൽ 3/4 രോഗികളായി കഴിഞ്ഞു. ആ രോഗി ആയത് ആർക്കു വേണ്ടിയാണ്? ഈ ഇരിക്കുന്ന മക്കൾക്കും ഭാര്യമാർക്കും വേണ്ടി. നിങ്ങൾ അവർക്ക് കൊടുത്തത് രോഗം മാത്രം. നന്മ കൊടുത്തിരുന്നുവെങ്കിൽ നന്നായി അവർ മരിക്കുകയെങ്കിലും ചെയ്തേ. ഒരു വാപ്പ, ഒരു അച്ഛൻ കുടുംബത്തിന് വേണ്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇരിക്കുന്ന ഓരോരുത്തരും അവരുടെ അച്ഛന്മാരുടെ മുഖം ഒന്ന് ആലോചിക്കുക. ഇഫ് യു ലവ് യുവർ ഫാദർ, വാച്ച് ദിസ് ക്ലിപ്പ്. ഒരുപാടുണ്ട്, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ഒരച്ഛന്റെ സ്നേഹം കാണാം. ഒരു മകൻ തന്റെ അച്ഛനെ കുറിച്ച് ആലോചിക്കുക. ഗ്രാമത്തിന്റെ ഏലായിലൂടെ അച്ഛനും മകനും കൂടെ നടക്കുമ്പോ അവർ തമ്മിലുള്ള സ്നേഹം ഒന്ന് കാണണം. ഈ അച്ഛന്റെ മുഖം കാണുമ്പോ ഇരിക്കുന്ന ഓരോരുത്തരും അവരുടെ വാപ്പമാരുടെ അച്ഛന്മാരുടെ മുഖം ഒന്ന് കാണണം. എല്ലാം തോലുമായ വാപ്പമാർ. നിങ്ങളുടെ അച്ഛന്മാരിൽ പലരും ജീവിച്ചിട്ടില്ല. ആ അച്ഛനും മകനും തമ്മിലുള്ള സ്നേഹം കണ്ടോ? അമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ വാപ്പയ്ക്കും അതേ സ്ഥാനം തന്നെ കൊടുക്കണം. കണ്ടോ, എല്ലാം തോലുമായ വാപ്പ. അച്ഛോ, ഗിറ്റാർ വേണം. ഗിറ്റാറാ? ഞാൻ എവിടെ പോയി വാങ്ങിക്കേണ്ട, എന്റെ പണമില്ലല്ല. വാ അച്ഛാ, എന്റെ സ്കൂളിൽ ടീച്ചർ എനിക്ക് ഗിറ്റാർ പഠിപ്പിച്ചു. അപ്പൊ എനിക്കൊരു ഗിറ്റാർ തന്നാൽ ഞാൻ AR റഹ്മാനെ പോലെ, ബിഥോവനെ പോലെ ഗിറ്റാറിൽ ടോപ്പാവാം. അങ്ങനെ ആ അച്ഛനെ വലിച്ചോണ്ട് പോകുന്നു. അച്ഛൻ മകനെ തോളിലെടുത്തുകൊണ്ട് നടക്കുന്നു. നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ അച്ഛന്മാർ നിങ്ങളെ എത്ര വർഷക്കാലമാണ് തോളിലെടുത്തുകൊണ്ട് നടന്നതെന്ന്? ഓർമ്മയുണ്ടാ മോളെ? നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ അച്ഛന്മാരെ ഇതേപോലെ തോളിലെടുത്തുകൊണ്ട് നടന്നു. അറിയണം, ഓർക്കണം. നന്ദിയില്ലാത്ത കുറെ മനുഷ്യർ. ഒരു ചെരുപ്പ് തേഞ്ഞു, സൈക്കിളും എടുത്തുകൊണ്ട് അച്ഛൻ ഇറങ്ങി. എന്തിനാണ് വാപ്പ ഇറങ്ങിയെന്നറിയാമോ? തെണ്ടാൻ. ഗൾഫുകളിൽ പോയി, രാജ്യങ്ങളിൽ പോയി, പലയിടത്തും ഗദാമ സിനിമ പോലെ വാപ്പമാര് തെണ്ടുകയാണ്. പലയിടത്തുനിന്നും പുറത്താക്കുന്നു അറബിമാർ.
നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ സൂഹിക്കുന്നു. വീട്ടിൽ അമ്മ ശരീരം തളർന്നു കിടക്കുന്നു, വാപ്പ പോയി ജോലി ചോദിക്കുന്നു. പഠിക്കാത്തവന് ജോലിയില്ല, കടന്നുപോ. വീട്ടിൽ അമ്മ ശരീരം തളർന്നു കിടക്കുന്നു, മകൻ വെള്ളം ചൂടാക്കി ഉമ്മയെ ശുശ്രൂഷിക്കുന്നു. നീ നിന്റെ ഉമ്മയെ ശുശ്രൂഷിക്കാറുണ്ടടാ മോനെ? കഞ്ഞി കോരി കൊടുക്കുന്നു. നിങ്ങളൊരുള്ള ചോറ് പോലും ഉമ്മയ്ക്ക് കൊടുക്കാറില്ല. കണ്ടോ? സത്യത്തിൽ ഇത്രയും മരക്കട്ടകളെ പോലെയുള്ള പിള്ളേരെ ഞാൻ ഇത്രയും ക്ലാസുകളുടെ ഇടയിൽ കണ്ടിട്ടില്ല. പലരും മൃഗങ്ങളുടെ മനസ്സായി കഴിഞ്ഞു. കണ്ടോ? വാപ്പമാർ ചില സ്ഥലങ്ങളിൽ ഈ സമയത്തെല്ലാം പൊട്ടിക്കരച്ചിലിന്റെ ശബ്ദങ്ങൾ ഉറച്ചു കേൾക്കാൻ പറ്റുമായിരുന്നു. അലറി വിളിച്ചതാ വാപ്പയെ പിടിച്ച് തള്ളി. നിന്റെ വാപ്പ ഗൾഫിൽ കിടന്ന് എന്തുമാത്രം അടിയാണ്, എന്തുമാത്രം കഷ്ടപ്പാടാണ് അനുഭവിക്കുന്നതെന്ന് അറിയാമോ? അറിയില്ല. കാരണം നിനക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും തന്നുകൊണ്ടാണ് ആ മനുഷ്യൻ അവിടെ രോഗിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. രോഗി. കണ്ടോ? മകൻ പോയി എന്ന് പ്രാർത്ഥിക്കുന്നു, എന്റെ വാപ്പയ്ക്ക് ജോലി കൊടുക്കണേ, എന്റെ വാപ്പയ്ക്ക് ദീർഘായുസ് കൊടുക്കണേ എന്ന്. അവിടെ ഒരു പയ്യനെ പടച്ചവൻ സ്പർശിക്കുന്നു. തെരഞ്ഞു പിടിച്ചാണ് പടച്ചവൻ സ്പർശിക്കുന്നത്. നിന്നിൽ നന്മയുണ്ടടാ, അതാണ് പ്രത്യേകത. കണ്ടോ? ആ ജപ്പാന്റെ തെരുവുകളിൽ ഗിറ്റാർ നിരത്തി വെച്ചപ്പോ തന്റെ ബാപ്പ അവിടെ വന്നത് നോക്കുകയാണ്. എന്റെ മകൾക്ക് എനിക്കിത് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. നിന്റെ വാപ്പമാരിൽ നീ ചോദിക്കുന്നത് എന്താണ്? എനിക്ക് മൊബൈൽ ഫോൺ വേണം, സ്മാർട്ട് ഫോൺ വേണം, ആന വേണം, ചേന വേണം. വാപ്പയ്ക്ക് പണമുണ്ടോ ഇല്ലേന്ന് അറിയണ്ട. അങ്ങനെ ആ വാപ്പ ആദ്യമായി ആ കട ഇടിച്ചു പൊളിച്ച് മോഷണം നടത്തി. ആർക്ക് വേണ്ടി? നിനക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി. കണ്ടോ? മോഷ്ടിച്ചെടുത്ത ഗിറ്റാറും കൊണ്ട് ആ വാപ്പ മക്കളുടെ അടുത്തേക്ക് പറക്കുകയാണ്. കണ്ടോ? ആ വാപ്പയുടെ അച്ഛന്റെ സന്തോഷം നോക്കി. തന്റെ മകന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തുകൊണ്ട് നീയും ഒരു വാപ്പയാവൂടാ താമസിയാതെ, നീയും ഓടൂടാ മക്കളെ. കുറെ നന്മയില്ലാത്തവനെ പടച്ചവൻ കുറെ ഓടിക്കും. ആ മകന്റെ സന്തോഷം, വാപ്പയുടെ സന്തോഷം. ഗൾഫിൽ നിന്ന് വാപ്പ പെട്ടിയുമായി ഓടി വരുമ്പോ ആ പെട്ടി തുറക്കാൻ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ആ പെട്ടി നിറയ്ക്കാൻ പെടുന്ന പാട്, ആ റെയിൽവേ ട്രാക്ക് കടക്കുന്നത് ആ വാപ്പ അറിഞ്ഞില്ല. മകനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് ആ ഡ്രാഗൺ ക്രോസ് അടിച്ച് വാപ്പ റെയിൽവേ ട്രാക്കിൽ തലയടിച്ച് വീണു. മകൻ രക്ഷിക്കാനായി വന്നു. പക്ഷെ അപ്പോഴും വാപ്പ നോക്കിയത് ഇത്രയേ ഉള്ളൂ, എന്റെ മകന് വേണ്ടി ഞാൻ കരസ്ഥമാക്കിയ ഗിറ്റാർ സേഫ് ആണോ എന്നാണ്. വാപ്പ എണീക്കാൻ ശ്രമിച്ചു. പക്ഷെ അതിനേക്കാൾ സ്പീഡിൽ ആ ട്രെയിൻ കയറി വരുന്ന ഒരു കാഴ്ച കാണാം. ട്രെയിൻ കയറി വാപ്പ പോയി. ഇതിനേക്കാൾ ഭീകരമായി വരും ഭാവിയിൽ നിങ്ങൾ അലറി വിളിക്കാതിരിക്കാനാണ് ഈ ഷോ. കാരണം നാളെ ചിലപ്പോൾ ഒരു ഫോൺ വരും, വാപ്പ മയ്യത്തായി മരിച്ചു എന്ന്. ഇവിടെ വന്നിട്ടുള്ള കുട്ടികളുടെ അച്ഛന്മാരെന്ന് എണീറ്റ്, ആ അച്ഛന്മാരുടെ പെൺമക്കളെന്ന് എണീറ്റ്. ഒരു സെക്കൻഡ് കൊണ്ട് ഓടിച്ചെന്ന് തന്റെ വാപ്പയുടെ കണ്ണു നോക്കി കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തിട്ട് വരാൻ കഴിയുമെങ്കിൽ ചെയ്ത് പകുതി പാപം കുറച്ചിട്ട് വാ. കാണും ആ ഓരോ വാപ്പയുടെയും കണ്ണുകൾ നോക്ക്. ആ വാപ്പമാര് ജീവിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെയൊക്കെ കണ്ണു നോക്ക്. ദൈവം സ്പർശിച്ച വാപ്പമാരും ഉമ്മമാരും ഉണ്ട്. പക്ഷെ മക്കളിമാരിൽ പലരും ദൈവം സ്പർശിച്ചിട്ടില്ല. ഇന്ന് മക്കളുമായി വന്ന വാപ്പമാർ ഏറെ ഭാഗ്യമുള്ളതാണോ അല്ലയോ? ഉമ്മയും വാപ്പയുമായി വന്നവർ ഭാഗ്യമുള്ളവരാണോ ഇല്ലയോ? മക്കളെ കൊണ്ടുവരാതെ വന്നവരാണോ ഭാഗ്യമുള്ളതാണോ അല്ലയോ? ഇന്ന് വരാത്തവരാണോ ഭാഗ്യമുള്ളതോ അല്ലയോ? തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊണ്ടുവരാത്തവർ ഏറെ നഷ്ടപ്പെട്ടവർ. ഇനിയൊരവസരം, അത് ദൈവത്തിന്റെ കയ്യിൽ. ഇവിടെയുള്ള ആൺകുട്ടികളുടെ അമ്മമാരെന്നെണീച്ച്, ഇവിടെ വന്ന ആൺമക്കളുടെ അമ്മമാരെന്നെണീച്ച്, ഈ അമ്മമാരെ ഇന്നലെ വരെ സ്നേഹിച്ചിട്ടില്ലാത്ത ഈ അമ്മമാരുടെ ആൺമക്കളൊന്നെണീച്ച്. ഡു ഇറ്റ് മാൻ. എഴഞ്ഞഴിഞ്ഞു പോകുന്നുണ്ടോ? അമ്മയെ സ്നേഹമില്ലാത്ത, ഉമ്മയുടെ പണം മാത്രം താല്പര്യമുള്ള, ഉമ്മയോട് നന്ദിയില്ലാത്ത കുറെ മക്കൾമാർ. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്ത് ബാക്കി പരിപാടി ഞാൻ ലാസ്റ്റ് പറയാം. വരുന്ന മക്കളുടെ കണ്ണൂടെ കണ്ടോ? അപ്പൊ ഉമ്മമാർക്ക് മനസ്സിലാകും മകന്റെ കണ്ണിൽ വല്ല കരുണയോ മാങ്ങാത്തൊലിയോ ഉണ്ടോ എന്ന്. കാരണം കഴിഞ്ഞ 5 വർഷത്തിനകത്ത് ഈ മക്കളുടെ ഹൃദയത്തിൽ നിന്ന് നന്മ പോയി. ബ്ലൂ ഫിലിം കണ്ടും, ലഹരികൾ മൂത്തും, കമ്പനി കൂടിയും, സെലിബ്രേഷൻ നടത്തിയും നന്മയും കരുണയും വാത്സല്യവും എല്ലാം പോയി. മെജോറിറ്റിയിലും
ഇനി പാരന്റ്സ് വരാത്ത മക്കളുടെ പാപം ചുമന്നുകൊണ്ട് പോവേണ്ടി വരുന്നു. ഇവിടെ വന്ന ആൺമക്കളുടെ വാപ്പമാരെല്ലാം ഒന്ന് എണീച്ച്, അച്ഛന്മാരെല്ലാം ഇവിടെ വന്ന ആൺമക്കളുടെ അച്ഛന്മാരെല്ലാം ഒന്ന് എണീച്ച്, ഇവരുടെ മക്കളുണ്ടെങ്കിൽ ഒന്ന് എണീച്ച്. ഗുരുവായൂര് ചാവക്കാട് ഞാൻ ചെയ്തു. വലിയ പ്രായമുള്ള അച്ഛന്മാർ വരെ അവരുടെ വലിയ പ്രായമുള്ള ഉമ്മമാരുടെയും വാപ്പമാരുടെ അടുത്ത് പോയി ഇത് ചെയ്തു. കാണേണ്ട കാഴ്ചയായിരുന്നു. ഇത്രയുള്ള മക്കൾമാർ, ഈ നിൽക്കുന്ന അച്ഛന്മാരുടെ മക്കൾമാരോടെ ഇവിടെ വന്ന ആൺമക്കളുടെ അച്ഛന്മാരൊന്ന് എണീച്ചിരിക്കൂ. അവരുടെ മക്കൾമാരോടെ എണീച്ചോ. ഇത്രയുള്ള മക്കൾമാർ, ആ നിൽക്കുന്ന അച്ഛന്മാരുടെ മക്കൾമാരില്ലേ ഇവിടെ? ഇത്രയും അച്ഛന്മാരുണ്ട്. ഓക്കെ, കമാൻ ചെല്ല്, പാപം കുറയ്ക്കാം. ഓടിച്ചെന്ന് അച്ഛന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്ക. എന്നിട്ട് ആ കണ്ണുകളെന്നോ. അച്ഛന്മാരല്ല കൊടുക്കേണ്ടത്, മക്കൾമാര് തരും സാറേ. മക്കളാണോ? മക്കൾ താങ്കൾക്ക് തരും. അച്ഛന് കൊടുക്കടാ ഉമ്മ. അച്ഛനാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ മക്കൾക്ക് കൊടുത്താണ് മക്കൾ വഴിയാധാരമായത്. കണ്ടോ? ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലുക്മാന്റെ വാപ്പയാണെന്ന് അറിഞ്ഞില്ല ഞാൻ. താങ്കളുടെ മുമ്പിൽ ഞാൻ തലനമിക്കുന്നു. കാരണം ലുക്മാന്റെ സഹോദരങ്ങളെ കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടു. അതിനേക്കാൾ ഉപരി ഇത്രയും നല്ല മകനെ താങ്കൾക്ക് കിട്ടിയതിൽ അഭിമാനിക്കാം. താങ്കൾ സ്വർഗത്തിലേക്ക് പോകും. എന്റെ വാക്കുകൾ പടച്ചോൻ തള്ളിക്കളയില്ല. കാരണം ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ജീവിക്കുന്ന ആളാണ്. ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും ദൈവത്തിലേക്ക് നല്ല വ്യക്തികളെ കൊണ്ടെത്തിക്കാനും അവരുടെ ഉള്ളിലേക്ക് പ്രകാശം നിറപ്പിക്കാനും ചെയ്യുന്ന ആളാണ്. ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്. ദൈവദാസന്മാരുടെ മുമ്പിലും പുറകിലും പടച്ചോൻ കാവലേർപ്പെടുത്തുമെന്നും അവരുടെ റെക്കമെൻഡേഷൻ പടച്ചോൻ എടുക്കും എന്നും. ചിലരുടെ ഉറപ്പായി എന്റെ റെക്കമെൻഡേഷൻ എടുക്കും. കാരണം ഞാൻ കഴിഞ്ഞ 12 വർഷം കൊണ്ട് എന്തെല്ലാം പീഡനങ്ങൾ അനുഭവിച്ചിട്ടും ബാക്കിലേക്ക് പോകാതെ ദൈവത്തിലേക്ക് ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരിക തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ മുമ്പിൽ ജാതി മതം ഒന്നുമില്ല. ദൈവവും ദൈവത്തിന്റെ മക്കളും. ദാറ്റ്സ് ഓൾ. നമുക്കൊന്ന് നോക്കാം. ആൻഡ് ദി ലാസ്റ്റ് ക്ലിപ്പ്. ഇപ്പൊ നിന്നിൽ ദൈവം സ്പർശിച്ചു. ഞാൻ എന്തായാലും ചുരുക്കുന്നു. 5 മിനിറ്റ് കൊണ്ട് ഈ ഷോ നിർത്തുന്നു. പക്ഷെ നിങ്ങൾ വാച്ചിലേക്ക് നോക്കിയാൽ 2:45 മണി കാണാം. വേറെ ഒന്നും കൊണ്ടല്ല, സംഘാടകരോട് ഞാൻ പറഞ്ഞു 4 മണിക്കൂർ മിനിമം വേണം 5 വർഷത്തെ അഴുക്ക് കഴുകി ഇറക്കാൻ. പക്ഷെ ഞാൻ ഇവരോട് പറഞ്ഞു, ഉദ്ഘാടനം ഉൾപ്പെടെ എന്നെക്കുറിച്ച് പറയുന്ന ഉൾപ്പെടെ പലതും പാടില്ല എന്ന്. പക്ഷേ നന്മ നിറഞ്ഞ ഇവർ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. അങ്ങനെ ഡിഫെൻസീവ് ടെക്നിക്കുള്ള കുട്ടികൾ പലരും ഇവിടെ എന്നെക്കുറിച്ച് പൊക്കി പറഞ്ഞപ്പോ അവർ ഡിഫെൻഡിങ് ചെയ്തു. അവർ മനസ്സിനകത്ത് ബ്ലോക്കായി. അതുകൊണ്ടാണ് ദൈവത്തിന് ഏറെ വിഷമം വന്നത്. എനിക്കത് മനസ്സിലാക്കാനും പറ്റി. കുറച്ചു കുട്ടികളെ മാത്രമാണ് നന്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത്. ഏറെ പേരെയും പറ്റിയില്ല. കുഴപ്പമില്ല. പക്ഷേ ഈ വിത്തുകൾ മുളയ്ക്കും. അപ്പൊ നമ്മൾ 11 മണിക്ക് തുടങ്ങി. 2:45, 12, 1, 2, 2:45. സി, ഞാൻ ഇവരോട് പറഞ്ഞു 11-നാണ് തുടങ്ങുന്നതെങ്കിൽ 3-നേ തീരുള്ളൂ എന്ന്. ഇതങ്ങനെയാണ് എന്റെ പണി. ചിലടത്ത് 9:30-ക്ക് തുടങ്ങിയാൽ 4-നാണ് തീരുന്നത്. കാരണം അവിടെ ഏറെ ദൈവസാന്നിധ്യം ഉള്ള സ്ഥലമാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ദൈവസാന്നിധ്യമുണ്ട്. പക്ഷെ ദൈവത്തെ പിടിക്കാൻ, ലഭിക്കാൻ, കൊണ്ടുപോകാൻ യോഗ്യതയുള്ളവരുടെ എണ്ണം കുറവാണെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ സാറിനെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ലേ നല്ലത്. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണ്? ശരിയാണ്. അത് ഉറച്ച വാക്കാണ്. അകം നമ്മൾ കഴുകിയിറക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കരയണം. നല്ല കരച്ചിലുകൾ മുഖം മ്ലാനമാക്കുമെങ്കിലും മനസ്സ് ശക്തമാക്കും. അവിടെ വൃത്തിയാകുമ്പോൾ അവിടെ ദൈവമിരിക്കും. ആ ഉള്ളിലാണ് നന്മകൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലിപ്പിംഗിലേക്ക് പോകുന്നു. 3rd പാർട്ടിൽ ഒരു ക്ലിപ്പിംഗ് കൂടെ കാണിച്ച് ഞാൻ നിർത്തുന്നു. എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ ഷോ നടത്തുന്നത്? നിങ്ങളുടെ മക്കളിൽ ഒരാളെയെങ്കിലും ഇനി കാണാൻ പോകുന്ന ആ പടങ്ങളിലെ ഒരു വ്യക്തിയായി മാറ്റാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെയുള്ള മക്കളെ ജന്മിച്ചെടുക്കാനുള്ള ചില സീക്രട്സ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ മോശപ്പെട്ട ചിന്താഗതി ഡെവലപ്പ് ചെയ്താൽ ആ ജീൻ ഉണരും. ഇനി അതിലോട്ടൊന്നും പോണില്ല. അടുത്ത 10 മിനിറ്റിനുള്ളിൽ ഈ ഷോ തീരും. All of you sit right please. 3rd പാർട്ടിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. 3rd പാർട്ട് റെഡി? നമ്മൾ ഇവിടെ കാണാൻ പോകുന്നു നന്മ നിറഞ്ഞ കുറെ മനുഷ്യർ. ഈ മനുഷ്യർ ലോകത്തിനെ മാറ്റിമറിച്ചവരാണ്.
കുറെ പേരേ ഉള്ളൂ, സമയമില്ലാത്തതുകൊണ്ട്. ലോകത്തിൽ ചരിത്രം സൃഷ്ടിച്ചവരാണ്. റെഡി? ഞാൻ നേരത്തെ പറഞ്ഞു, കൃഷ്ണനും ക്രിസ്തുവും പ്രവാചകന്മാരുൾപ്പെടെ ഇന്ന് വരെ വന്നിട്ടുള്ള എല്ലാ മഹാന്മാരും ഓരോ അമ്മമാര് പ്രസവിച്ച മക്കൾമാരാണ്. എസ്സോർണോ? ഞാനും നിങ്ങളും നിങ്ങളുടെ മക്കളും അറിയണം, നമ്മളെയും ഓരോ അമ്മമാര് പ്രസവിച്ചത്. അവർക്കുള്ള വ്യത്യാസം എന്ത്, നമുക്കുള്ള വ്യത്യാസം. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഈ ആട്ടൽ പോലും നിഷേധാത്മകതയാണ്. നിന്റെ ചേച്ചി അത് ചെയ്യുന്നില്ല, നീ അത് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. കാരണം നല്ല ഉപ്പുപ്പായും ഉമ്മുമ്മമാരും വീടുകളിൽ ഇല്ലാത്തതിന്റെ കുറവാണ് എങ്ങനെ പെരുമാറണം എന്ന. സത്യം പറഞ്ഞാൽ ഓരോ വീടുകളിലും എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കേക്കാൾ അറിവിന്റെ അനുഭവമുള്ളവരായിരുന്നു നമ്മുടെ ഉമ്മുമ്മമാരും ഉപ്പുപ്പമാരും വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അവരെ മുഴുവൻ ന്യൂ ജനറേഷൻകാർ ഓടിച്ചു തുടങ്ങി. എന്നിട്ട് വൃദ്ധസദനങ്ങൾ കൊണ്ടാക്കി തുടങ്ങി. അതിന്റെ ഫലമാണ് പുതിയ മക്കൾ നാട്ടുകാരുടെ കയ്യിലായത്. ഓക്കെ, ദി പേഴ്സൺസ് ഹു ചേഞ്ച് ദി വേൾഡ്. ലോകം മാറ്റിമറിച്ച കുറെ ആൾക്കാരെ നമ്മൾ കാണാൻ പോവുകയാണ്. റെഡി? ഇവരെയും ഓരോ അമ്മമാര് പ്രസവിച്ചതാണ്. നിങ്ങളെയും ഓരോ അമ്മമാര് പ്രസവിച്ചതാണ്. അപ്പൊ ഇവരെ പോലെ വേണമെങ്കിൽ നമുക്ക് ആവാം, വേണ്ടെങ്കിൽ ആവാതിരിക്കാനും പറ്റും. എല്ലാം ആരുടെ കയ്യിൽ തന്നെയാണ്? നമ്മുടെ കയ്യിൽ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉയരാം, വേണ്ടെങ്കിൽ നശിപ്പിക്കാം. പക്ഷെ ഇതുപോലെ ഉയർന്നാൽ നിങ്ങൾ ലക്ഷങ്ങളും കോടികളും വിലമതിക്കുന്ന വ്യക്തികളായി മാറും. ഈ ഷോയിലൂടെ ഞങ്ങൾ അറിയുന്നത്, ഞാൻ പലപ്പോഴും കേൾക്കുന്നത്, സാർ എന്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടി, എന്റെ മകളെ എനിക്ക് തിരിച്ചു കിട്ടി എന്നുള്ളതും പിന്നെ അവർ ലക്ഷങ്ങളും കോടികളും വിലമതിക്കുന്ന വ്യക്തിത്വങ്ങളായി മാറി എന്നുള്ളതുമാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. അത് കാണുന്നതിന് മുമ്പ് ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് ഒന്ന് ഓടിച്ച് കാണിക്കാം. ഓടിച്ച്. സ്റ്റാൻഡിംഗ് മൈക്ക് ഉണ്ടെങ്കിൽ എനിക്ക് വളരെ എടുക്കണ ഈ സമയം പോവോ? പെട്ടെന്നൊന്ന് എടുക്കാമെങ്കിൽ ഞാൻ ഓടിച്ചു കാണും. എന്തിനും യുദ്ധസന്നദ്ധരായ കുറെ നന്മയുള്ള മനുഷ്യർ കണ്ടുപഠിക്കണം. അവരുടെ കണ്ണുകൾ കണ്ടുപഠിക്കണം. വേറെ ഒന്നുമല്ല പഠിക്കേണ്ടത്. നമുക്ക് ആദ്യം കണ്ണ് കണ്ടു പഠിക്കാൻ മനസ്സിലാക്കണം. ആ കണ്ണുകളിലെല്ലാം ഉണ്ട്. ഇന്നു മുതൽ ഈ ഷോ കഴിഞ്ഞിറങ്ങുന്നത് നന്മയുടെ കണ്ണുകളും കരുണയുടെ കണ്ണുകളും ജ്ഞാനത്തിന്റെ കണ്ണുകളും ആർദ്രതയുടെ കണ്ണുകളും വാത്സല്യത്തിന്റെ കണ്ണും ഉള്ളവരായിരിക്കണം. ഓക്കെ, തിരിച്ചു. ഓക്കെ, ഇന്നലത്തെ പത്രം ചൈന മനുഷ്യന്റെ ജനിതക ജീനുകളെ തിരുത്തി ഏറ്റവും നല്ല മക്കളെയും രോഗമില്ലാത്ത മക്കളെയും സൃഷ്ടിക്കുന്ന ടെക്നോളജി കണ്ടുപിടിക്കുന്നു. ചൈനക്കാര് ചെയ്യും. അങ്ങനത്തെവരാണ് ചൈന എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് കിടക്കുന്നു. നമ്മൾ വിചാരിച്ചാൽ കിടിലം മക്കളെ ജനിപ്പിക്കാനുള്ള സീക്രട്സ് നമുക്കുണ്ട്. സ്ത്രീകളിലും പെൺകുട്ടികളിലും മദ്യാസക്തി കൂടി വരുന്നു. ഒരിക്കലും ലഹരി ആസക്തി, ആ പറഞ്ഞ ബിയറും വൈനുകളും കുടിക്കരുത്. അതൊന്നും സൗന്ദര്യം കൂട്ടില്ല. എല്ലാത്തരം ലഹരികളും നിഷിദ്ധങ്ങളാണ്. മദ്യം കുറ്റകൃത്യങ്ങളെ എല്ലാ കുറ്റകൃത്യങ്ങളെയും താക്കോൽ മദ്യമാണെന്ന് പ്രവാചകൻ പഠിച്ചു. ഒരു ലഹരിയും തൊടാൻ പാടില്ല. അമേരിക്കൻ അസോസിയേഷൻ, ഒരു തുള്ളി ആൽക്കഹോൾ കടിച്ചാൽ പോലും പെൺകുട്ടികൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരും. മരുന്നിലൂടെ അല്ല എങ്കിൽ. വൈൻ, മൊബൈൽ ഫോൺ നിരന്തരം ഉപയോഗിക്കുന്നവർക്ക് മക്കളുണ്ടാകില്ല. വാഷിംഗ്ടൺ, ന്യൂയോർക്ക്. ബ്ലൂടൂത്ത് ഉപയോഗിച്ചാലും പണിയാണ്. മൈക്രോവേവ്, റേഡിയേഷൻ, അങ്ങനെ പോകുന്നു.
ഇന്റർനെറ്റിന്റെ ദുർവിനിയോഗം, അശ്ലീല വീഡിയോ, അശ്ലീല ബ്ലൂ ഫിലിം, മൊബൈൽ ഫോണുകളുടെ റേഡിയേഷൻ, ഇത് മുഴുവൻ ഇന്റർനെറ്റ് രോഗങ്ങളും കുട്ടികളുടെ അടിമയാകുന്നതുമായ പ്രോബ്ലംസ് ആണ്. ടൈറ്റ് ജീൻസ് ഇട്ടാൽ വെരിക്കോസ് വെയിൻ ഭാവിയിൽ ഉണ്ടാകും എന്ന് ഡോക്ടർമാരുടെ റിപ്പോർട്ട്. പെൺകുട്ടികൾ വെയിറ്റുള്ള സാധനം മുതുകിൽ എടുത്തുകൂടാ. ഇനി എനിക്കെതിരെ വരാൻ പോകുന്ന ചിലപ്പോൾ അതായിരിക്കും. വലിയ ബാഗുകൾ മുതുകിൽ കെട്ടിയാണ് കുറെ പെൺകുട്ടികൾ നടക്കുന്നത്. അവർ നട്ടല് രോഗിയായി മാറും, യൂട്രസ് കൊണ്ട് താന്നു പോകും, ഒരുപാട് പ്രശ്നമുണ്ട്. പറഞ്ഞാൽ മനസ്സിലാക്കില്ല എന്ന് പറഞ്ഞ് പെൺകുട്ടി മുമ്പോട്ട് വരണ്ടെന്നല്ല. പെൺകുട്ടികൾ ശക്തരായി മുമ്പോട്ട് വരണം, നന്മയുള്ളവരായി മുമ്പോട്ട് വരണം, ശക്തരായിരിക്കണം. പക്ഷേ സ്നേഹവും നന്മയും കരുണയും ഉണ്ടാകണം. കാരണം നമ്മുടെ രാജ്യം കുടുംബത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ എഴുതിയത്, അടിവസ്ത്രം പോലും ഒരു ചെറിയ വസ്ത്രമല്ല. അടിവസ്ത്രം തെരഞ്ഞെടുക്കുമ്പോൾ പോലും കാറ്റ് കയറുന്ന വെന്റിലേറ്റഡ് വസ്ത്രങ്ങൾ വേണം. അതുകൊണ്ടാണ് ഇസ്ലാം സഹോദരങ്ങൾ പലരും ഈ മുണ്ട് പൊക്കി കൊടുത്ത് നടക്കുന്നതിന്റെ സീക്രട്ടുകളിലെ ഒന്ന് കാറ്റ് കയറാനും വൃത്തിക്കും വേണ്ടിയാണ്. മനസ്സിലാക്കണം. പക്ഷെ ഒരു കാര്യം, ചില പെൺകുട്ടികൾ പർദ്ദയിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനത്തെ പർദ്ദ മാത്രമല്ല, പാവാടയും തറയിൽ കിടന്ന് എഴഞ്ഞ് ഒരച്ചുകൊണ്ട് പോകുന്നത് ഞാൻ ചിലരോട് എതിർത്തിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, അങ്ങ് തറയെ മുട്ടുന്നത് വരെ വേണമെന്ന് പ്രവാചകൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ശുദ്ധിക്കും വൃത്തിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറയില്ല. റോഡിലൂടെ ഇന്നലെ മെനഞ്ഞാന്ന് ഞാൻ കണ്ടു, എറണാകുളത്ത് ചെളിയിലിരിക്കുന്നു പർദ്ദ എഴഞ്ഞുകൊണ്ട്, തുപ്പലിലും വൃത്തിയില്ല ചവച്ചു തുപ്പിന്റെയും പുറത്തൂടെ ഇഴച്ചുകൊണ്ട് പോകുമ്പോൾ അതിലൂടെ എന്തെല്ലാം മൈക്രോബ്സ് ആണ് കയറി മോളിലോട്ട് വരുന്നത്. ഈ മുക്കാൽ വരെയുള്ള പർദ്ദ ഇട്ടിട്ട് താഴെ സോക്സ് ഇട്ടാ എന്താ കുഴപ്പം? എന്താ കുഴപ്പം? ചിന്തിക്കുന്നില്ല. ചിന്തിക്കണം. പർദ്ദ ഇടണ്ടാ നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ തറയിലിട്ട് ഇഴച്ചുകൊണ്ട് നടക്കുമ്പോൾ പ്രവാചക ഹദീസിൽ പഠിപ്പിച്ചവരെന്ന് എനിക്കറിയാം. പടച്ചോൻ ലാസ്റ്റിൽ ദൃഷ്ടി പുലർത്താത്തത് വസ്ത്രം താത്തി ഉടുത്ത് നിലത്ത് ഇഴച്ചുകൊണ്ട് നടക്കുന്നവൻ ഒരെണ്ണവും കൂടെ ഉണ്ട്. പോയി നോക്കിയാൽ കാണാം. ഈ സാറിന്റെ ശല്യം അല്ലേ, ഞാനൊരു ഭയങ്കര ശല്യക്കാരനായി മാറുകയാണ്. ബ്രിട്ടൻ റിപ്പോർട്ട് ചെയ്യുന്നു, ടൈറ്റ് ജീൻസ്, സ്കിന്നി ജീൻസ് മേ ബി ഹസാഡിയസ് ടു യുവർ ഹെൽത്ത്. UK സ്റ്റഡീസ്, ടൈറ്റ് ഡ്രസ് ഇടരുത്. അമേരിക്കൻ പേപ്പർ, ടൈറ്റ് ജീൻസ്, സ്കിന്നി ജീൻസ് മേ ബി ഹസാഡിയസ് ടു യുവർ ഹെൽത്ത്. കുടുംബമായി ജീവിക്കണമെന്നുള്ളവർ ടൈറ്റ് വസ്ത്രം ഇടരുത്, പണി വരും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ബഹളം വയ്ക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മക്കൾ ഉണ്ടാവാത്തതിന് കാരണം, പെൺകുട്ടികൾക്ക് മക്കൾ ഉണ്ടാവാത്തതിന് കാരണം എന്താ? 3 പേജുണ്ട്, ആൺകുട്ടികൾക്ക് 1 പേജ്. ഇതൊക്കെ പറയാൻ സമയം ഒരുപാട് വേണം. അങ്ങനെ ഫ്രാൻസിന്റെ പേപ്പർ വന്നു. പേഴ്സണാലിറ്റി ടൈപ്പ് അഫക്ട് വിമൻസ് അപ്രോച്ച് ടു ചൈൽഡ് ബർത്ത്. കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിന്റെ സ്വഭാവം എന്ന് പറയുന്നത്, സ്വഭാവം 80%-ലധികം ആ കുഞ്ഞിന്റെ അമ്മയെ ബേസ് ചെയ്തിരിക്കും. മറക്കണ്ട. നിങ്ങൾക്ക് നല്ല മക്കൾ ഉണ്ടാകണമെന്നാണ് എന്റെ ആഗ്രഹം. ജനറ്റിക്കൽ സ്റ്റഡി, ന്യൂ റിസർച്ച് റിവീൽസ് തോട്ട്സ് അഫക്ട് ജീൻസ്. ചിന്തകൾ ജീനുകളെ സ്വാധീനിക്കുന്നു. നല്ല ചിന്തകൾ ഉണ്ടായാൽ നിങ്ങൾക്ക് നല്ലത്. ലണ്ടൻ പബ്ലിഷ് ചെയ്ത പേപ്പർ, വരാൻ പോകുന്ന ഭാവിയിൽ നല്ല ഒരു കുട്ടി ഉണ്ടാകാൻ 1 ഭർത്താവും 2 ഭാര്യമാരും വേണം. ഇത് കേട്ട് ആൺപിള്ളേര് സന്തോഷിക്കണ്ട. അതിന്റെ അർത്ഥം ഒരമ്മയും അയൽവക്കത്തെ ചേച്ചിയുടെ അണ്ടത്തിൽ നിന്ന് നല്ല DNA ജീൻ കട്ട് ചെയ്തെടുക്കുന്ന ജനറ്റിക് എഞ്ചിനീയറിംഗ് വേണ്ടി വരും എന്നുള്ളത് മനോരമ പത്രത്തിൽ വന്നതാണ്. അങ്ങനെ മൊത്തം വരുമ്പോ അമേരിക്കൻ പേപ്പർ, അമേരിക്ക, സ്പെയിൻ, ഫ്രാൻസ് 3 രാജ്യങ്ങളുടെ റിപ്പോർട്ട് ചെയ്യുന്നു. Scientists finally show how your thoughts can cause specific molecular changes to your genes. മലയാളത്തിൽ പറഞ്ഞാൽ, നല്ല ചിന്തകൾ നല്ല ജീനുകളെ ഉണർത്തും, മോശപ്പെട്ട ചിന്തകൾ മോശപ്പെട്ട ജീനുകളെ ഉണർത്തും. ഇനി നിങ്ങൾ ആലോചിക്കുക, ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്കുക. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലിപ്പിംഗിലേക്ക് പോകുന്നു. അവിടെ ഇരിക്കട്ടെ, വേണം. ലാസ്റ്റ് ക്ലിപ്പിംഗ്, ലാസ്റ്റ് ബട്ടൺ. റെഡി? എനിക്കിത് തിരുവനന്തപുരത്ത് എത്താനുള്ളതാണ്, മറക്കരുത്. എനിക്ക് നിർത്തണമെന്ന് ഒരു തോന്നലും വരുന്നില്ല. കാരണം പടച്ചോന്റെ സാന്നിധ്യം, ദൈവ സാന്നിധ്യം ഈ ഹോളിനകത്ത് നിറഞ്ഞു നിൽക്കുന്നു. പക്ഷെ എന്റെ വിഷമം ഇതിൽ എത്ര പേർക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. All of you sit right.
ഈ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അറിയാം, സൗദിയിൽ ഇപ്പൊ റംസാൻ നോമ്പിന്റെ തലേദിവസം ഞാൻ സൗദിയിലെത്തി. വെറും 12 വർഷം മാത്രമേ ഞാൻ റംസാൻ നോമ്പ് പിടിച്ചോളൂ. അതും വെറും 10-12 ദിവസം എന്നെ കൊണ്ട് പറ്റും. എന്റെ ശരീരത്തിനുള്ള ജീൻ ടോളറൻസ് ഇല്ല, വാ പൊട്ടും. പക്ഷെ ഈ റംസാൻ നോമ്പിന്റെ തലേ ദിവസം ആ ഒരു അത്ഭുത അനുഭവം ഞാൻ പറയുക തന്നെ ചെയ്യും. റംസാൻ നോമ്പിന്റെ തലേ ദിവസം ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ പരിപാടിയിൽ, അവാർഡ് ദാന പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. 2 ദിവസത്തെ പരിപാടിക്ക് ചെന്നു. റംസാന്റെ തലേ ദിവസം വൈകുന്നേരം ഞാൻ എത്തി. നിങ്ങളെല്ലാവരും കഴിഞ്ഞ എത്രയോ വർഷം കൊണ്ട്, എത്രയോ ആയിരക്കണക്കിന് വർഷം കൊണ്ട് നോമ്പ് പിടിക്കുന്നവരാണ്. നമുക്ക് തമ്മിലൊന്ന് കമ്പയർ ചെയ്യാം. പടച്ചവൻ ആരോടാണ് കൂടുതൽ ഇഷ്ടമെന്ന് തെളിയിക്കുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. പറയട്ടെ. ഞാൻ 12 വർഷം റംസാൻ നോമ്പ് പിടിച്ചോളൂ. അതും 12 ദിവസം 10 ദിവസം. പക്ഷെ ആ മാസം മുഴുവൻ അതേ ചിന്തകളിലായിരിക്കും. ഈ 12ാമത്തെ വർഷം എനിക്ക് റംസാൻ നോമ്പ് തുടങ്ങാനും വൈകുന്നേരം തുറക്കാനും നിങ്ങൾ ഉപയോഗിച്ച ഈത്തപ്പഴം, ഞാനും ഉപയോഗിച്ച ഈത്തപ്പഴം. പക്ഷെ ഞാൻ ഉപയോഗിച്ച ഈത്തപ്പഴം, അല്ലെങ്കിൽ പടച്ചവൻ ദൈവം എനിക്ക് തന്ന ഈത്തപ്പഴം, പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി നോമ്പ് തുറന്നിരുന്ന അജുബ എന്ന് പറയുന്ന ഈത്തപ്പഴത്തിലും സംസം വെള്ളത്തിലുമാണ് ഞാൻ 12 ദിവസം രാവിലെ തുടങ്ങിയതും രാത്രി തുറന്നതും. അത് പറയുമ്പോ എനിക്ക് തന്നെ രോമാഞ്ചം വരാറുണ്ട്. കാരണം അതെനിക്ക് ഇവിടെ ആരും ഗിഫ്റ്റ് കൊണ്ട് തന്നതല്ല. പടച്ചവൻ എന്നെ 3 പ്രാവശ്യം വിസ നിഷേധിച്ച സൗദി അറേബ്യയിൽ 4ാമത്തെ പ്രാവശ്യം റെഡിയാക്കി പടച്ചവൻ എന്നെ അവിടെ കൊണ്ടുപോയി. അവിടെ നിന്ന് കണ്ണൂരുകാരനായ ഒരു സഹോദരൻ, ആ സഹോദരനാണ് ഈ അജുബ കിറ്റ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നത്. സംസം വെള്ളം കൊടുങ്ങല്ലൂരുകാരനായ ഒരു ബ്രദർ ഗിഫ്റ്റ് ആയിട്ട് തന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. അവിടെ വരുത്തി, അവിടെ കൊണ്ടുപോയി നോമ്പ് തുറക്കാനുള്ള സാധനമായ ഏറ്റവും വിലപ്പെട്ട സാധനവും കൊണ്ട് എനിക്ക് വീട്ടിൽ വന്ന് എനിക്കിത് പിടിക്കാനും എന്റെ കുറെ സുഹൃത്തുക്കൾക്ക് എനിക്കിത് വിതരണം ചെയ്യാനും ഭാഗ്യം കിട്ടിയപ്പോൾ ദൈവം എന്ന് പറയുന്നത് ഒരു വിശ്വാസമല്ല സഹോദരങ്ങളെ, അത് കുറച്ചു പേർക്ക് കിട്ടുന്ന ഒരു അനുഭവം കൂടിയാണെന്ന് ഞാൻ നിങ്ങളോട് പറയും. യാതൊരു സംശയമില്ല. ആ അനുഭവം കിട്ടാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. ആ അനുഭവം കിട്ടാൻ വേണ്ടി കേരളത്തിലെ മലയാളി പെൺകുട്ടികൾ, സീനിയർ പെൺകുട്ടികളായ 2500 പെൺകുട്ടികളോട് ഞാൻ സംസാരിച്ചപ്പോൾ ആ പെൺകുട്ടികളുടെ സന്തോഷം ഒന്ന് കാണണം. എന്നിട്ട് ആ പെൺകുട്ടികളെയും നിങ്ങളെയും കൂടെ വെച്ചൊന്ന് കമ്പയർ